മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. കഴിഞ്ഞ ക്ലാസ്സിൽ പാപചിന്ത ലൈറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഒറ്റ വരിയിലുള്ളതാണ് പഠിച്ചത്. ഒറ്റ വരിയിലെന്ന് വെച്ചാൽ നമ്മൾ ലഗ്നം കൊണ്ട് 2 കൊണ്ട് 3 കൊണ്ടെന്നുള്ള ഒറ്റ വരിയിലുള്ളത് പഠിച്ചു. സാന്നിധ്യ ക്ഷേത്ര ബിംബാനി ത്രീണി ലഗ്നേ ചിന്തയേത്. ലഗ്നേന ചിന്തയേത്. സാന്നിധ്യവും ക്ഷേത്രവും ബിംബവും ലഗ്നം കൊണ്ട് ചിന്തിക്കുക. നിധി കോശം, അത് നിധി, ഭണ്ഡാരം, ധനം, ഇതൊക്കെ 2 കൊണ്ട് ചിന്തിക്കുക. നിവേദ്യവും പരിചാരകന്മാരും 3 കൊണ്ട് ചിന്തിക്കുക. ക്ഷേത്രപ്രദേശമഖിലം ഉപദേവന്മാരും ഉപവാഹനങ്ങൾ, വാഹനങ്ങൾ, ഉപക്ഷേത്രത്തിന് വെച്ചാൽ ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കെട്ടിട സമുച്ചയങ്ങളെല്ലാം, ജലാശയങ്ങൾ, ഇതെല്ലാം 4 കൊണ്ട് ചിന്തിക്കുക. സാന്നിധ്യവും ബിംബവും മന്ത്രവും ഇതൊക്കെ 5 കൊണ്ട് ചിന്തിക്കുക. അശുദ്ധി, ശത്രു, ചോരന്മാർ, കള്ളന്മാർ, ആഭിചാര ലക്ഷണങ്ങൾ, ചൂർണപ്രയോഗം, ഇതെല്ലാം 6 കൊണ്ട് ചിന്തിക്കുക. പിന്നെ ജനപദം, ഭഗവാൻ സഞ്ചരിക്കേണ്ട വഴി, ഭഗവാൻ എഴുന്നള്ളത്തൊക്കെ നടക്കുന്ന വഴി, ഭക്തജനങ്ങൾക്കുള്ള വഴികൾ, പിന്നെ തൊഴാൻ വരുന്ന ആൾക്കാർ, ഭക്തജനങ്ങൾ, ഇവരെയൊക്കെ 7 കൊണ്ട് ചിന്തിക്കുക. ഭൂഷണങ്ങൾ 7 കൊണ്ട് ചിന്തിക്കാം. ഭൂഷണങ്ങൾ എല്ലാം 7 കൊണ്ട് ചിന്തിക്കുക. 8 കൊണ്ട് നിവേദ്യവും പരിചാരകന്മാരും ഒക്കെ 8 കൊണ്ട് ചിന്തിക്കുക. അതിൽ എക്സ്പാൻഡ് ചെയ്തൊക്കെ പറഞ്ഞു തന്നു, ഒന്നുകൂടി നോക്കാം. അഷ്ടമം കൊണ്ട് ചിന്തിക്കുക. 9ാം ഭാവം കൊണ്ട് ധർമ്മം, ദയ, പുണ്യം, തപസ്, അതുപോലെ ക്ഷേത്രേശന്മാർ, ക്ഷേത്രത്തിൻ്റെ ഭരണവർഗ്ഗക്കാർ, പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ചിന്തിക്കുക. സകല കർമ്മങ്ങളും ഉത്സവവും ഇതൊക്കെ 10 കൊണ്ട് ചിന്തിക്കുക. ദേവലകന്മാർ, പൂജാരി, ഉത്സവം, ഇതൊക്കെ 10 കൊണ്ട് ചിന്തിക്കുക. സുഹൃതവും ധനവരവും ഒക്കെ 11 കൊണ്ട് ചിന്തിക്കുക. ധനനാശവും തന്ത്രിയുടെ സ്ഥാനമൊക്കെ 12 കൊണ്ട് ചിന്തിക്കുക. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കണം. കുറച്ചു ഇനിയും പഠിക്കുന്നത് പാവചിന്ത തന്നെ. ഇതിൻ്റെ എക്സ്പാൻഡ് ഇത്രയും കൊണ്ടൊന്നും ആയില്ല, ഒരുപാടുണ്ട്. ആദ്യം നമുക്ക് പ്രശ്ന കൗതുകത്തിലുള്ളത് പഠിച്ചിട്ട് ദേവപ്രശ്നത്തിലുള്ളത് പഠിക്കണം. പിന്നെ വേറെ ബുക്കിലുള്ളതും കൂടിയൊക്കെ പഠിച്ച് പോകണം. എളുപ്പത്തിൽ പഠിക്കാം. ഏതൊരു പാവത്തിലാണോ ആ പാവത്തിൻ്റെ അധിപതി അല്ലെങ്കിൽ ശുഭന്മാർ നിൽക്കുന്നുവോ ആ പാവത്തിന് നന്നായിരിക്കും. നമ്മൾ സാധാരണയായിട്ട് ജാതകം നോക്കുന്നത് പോലെ തന്നെ. ഒരു ജാതകം നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കാറുണ്ട്? ഒരു പാവത്തിൽ പാവപതിയുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടാവുക, അല്ലെങ്കിൽ ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടാവുക, ബലവാനായ ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടാവുക എങ്കിൽ പാവത്തിന് പുഷ്ടി പറയണം, അല്ലെങ്കിൽ പുഷ്ടി പറയണ്ട. പാവത്തിന് ദോഷം പറയണം. അത് തന്നെ ഇവിടെയും ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ലഗ്നത്തിൽ ലഗ്നാധിപന്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ലഗ്നത്തിന് ബിംബത്തിനും ഒക്കെ നല്ല പുഷ്ടി ഉണ്ടാകും, ദേവസാന്നിധ്യം ഉണ്ടാകും. അതിൻ്റെ ബാക്കിയൊക്കെ രണ്ടാമത് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കും. 2ാം ഭാവത്തിൽ 2ാം ഭാവാധിപനായ ഗ്രഹം 2ൽ നിൽക്കുക, അല്ലെങ്കിൽ 2ൽ നോക്കുക. അത് ശുഭനായാലും പാപനായാലും കുഴപ്പമില്ല. പാപപതി പാപത്തിൽ നിൽക്കുക, നോക്കുക എന്നുള്ളത് പറയുമ്പോൾ അത് ശുഭനോ പാപനോ എന്നുള്ള പ്രശ്നം വരുന്നില്ല. ഇന്നിപ്പം മകര ലഗ്നം കിട്ടിയാൽ 2ാം ഭാവപതി ആര്? ശനി. മകര ലഗ്നം കിട്ടിയാൽ 2ാം ഭാവം കുംഭം. കുംഭത്തിന്റെ അധിപതി കുംഭത്തിൽ നിൽക്കുന്നു. അപ്പോൾ എന്ത് തന്നെ അവിടെ പാവത്തിന് പുഷ്ടിയുണ്ട്. പാവത്തിന് പുഷ്ടി പറയണം. അതുപോലെ തന്നെ ഏതൊരു പാപത്തിലാണോ പാവപതിയുടെ യോഗമോ ദൃഷ്ടിയോ വരിക, അല്ലെങ്കിൽ ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ വരിക എങ്കിൽ പാവത്തിന് പുഷ്ടി പറയണം. അതല്ല അന്യരുടെ യോഗമോ ദൃഷ്ടിയോ വന്നു കഴിഞ്ഞാൽ പുഷ്ടി പറയണ്ട. പാപന്മാരുടെയോ അന്യരുടെയോ യോഗമോ ദൃഷ്ടി വന്നാൽ പുഷ്ടി പറയണ്ട. ഇതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് എഴുതണം.
ഏതൊരു ഭാവത്തിലാണോ ഭാവപതിയുടെ യോഗമോ ദൃഷ്ടിയോ വരിക, അല്ലെങ്കിൽ ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ വരിക, എങ്കിൽ ആ ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾക്ക് നല്ല ഫലം പറയണം. നല്ല ഫലം പറയണം. അടുത്ത ലൈനിൽ എന്നാൽ ഭാവപതി അല്ലാത്ത ഭാവന്റെയോ യോഗദൃഷ്ടികൾ വന്നാൽ പാപത്തിന് നാശം പറയണം. സർ, യോഗദൃഷ്ടികൾ വന്നാൽ അത് കഴിഞ്ഞിട്ടൊന്ന് പറയും. പാപത്തിന് ദോഷം പറയണം. സർ, ക്ലിയർ ആയില്ല. പാപത്തിന് ദോഷം പറയണമെന്നല്ലേ പറയുന്നേ? അതെ. പാപത്തിന് ദോഷം പറയണം. ഇത് സാധാരണയായിട്ട് നമ്മുടെ ജാതകത്തിൽ പറയുന്ന ഒരു സെന്റൻസ് തന്നെ ഇവിടെ അതുപോലെ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതാണ് പറയുന്നത്, നമ്മൾ അവിടെ എങ്ങനെ ചിന്തിക്കുന്നു അത് തന്നെ ഇവിടെയും ചിന്തിക്കണം. ഇനി ചില ശ്ലോകങ്ങളിലെ ഓരോ വാക്കുകൾ കൂടി നമ്മൾ പറഞ്ഞു പോവും. അത് താല്പര്യമുള്ളവർ പഠിക്കുക, ഇല്ലാത്തവർ അങ്ങോട്ടയ്ക്കുക. കാര്യം മാത്രം പഠിച്ചാൽ മതി. ദേവസ്ഥാനം വിലഗ്നേ പ്രതിമാമ അഷ്ടമേന എന്നാണ്. ദേവസ്ഥാനം വിലഗ്നേ നമ്മൾ പഠിച്ചതിനെ തന്നെ ഒന്നുകൂടി പഠിക്കുകയാണ്, ഒന്നുകൂടെ ഊന്നി പഠിക്കുന്നു. ദേവസ്ഥാനം വിലഗ്നേ എന്ന് വെച്ചാൽ ലഗ്നം. ലഗ്നത്തിന്റെ മറ്റൊരു പേരാണ്, മറ്റൊരു അപരനാമാണ് വിലഗ്നം എന്ന് പറഞ്ഞാൽ ലഗ്നം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെ. വിലഗ്നേ പ്രതിമാം അഷ്ടമേന പ്രതിമയെ അഷ്ടമം കൊണ്ട് ചിന്തിക്കണം. ഭഗവാന്റെ പ്രതിമയെ അഷ്ടമം കൊണ്ട് 1, 5, 8 സാന്നിധ്യ ഭാവങ്ങൾ എന്ന് പറയുന്നത് രണ്ടാ പഠിക്കാം. പ്രതിമ അഷ്ടമം കൊണ്ട് പ്രതിമയെ ചിന്തിക്കുക, ലഗ്നം കൊണ്ട് ദേവസ്ഥാനത്തെ ചിന്തിക്കുക. ദേവസ്ഥാനം വിലഗ്നേന പ്രതിമാമ അഷ്ടമേന ച. ദേവസ്ഥാനം വിലഗ്നെ പ്രതിമ. ദേവസ്ഥാനം ലഗ്നം കൊണ്ട് ദേവസ്ഥാനവും ചിന്തിച്ച് 8 കൊണ്ട് പ്രതിമയും ചിന്തിക്കണം. അപ്പോൾ 8-ന് എന്തെങ്കിലും ദോഷം വരിക, അതൊക്കെ രണ്ടാമത് നോക്കാം. ഇങ്ങനെയാണ് 8-ന് ദോഷം, എന്തൊക്കെ ദോഷം എന്നുള്ളതൊക്കെ രണ്ടാമത് നോക്കാം. ആദ്യം ഈ പോയിന്റുകൾ മാത്രം പഠിക്കുക. ദേവസ്ഥാനം വിലഗ്നേന പ്രതിമ അഷ്ടമേന ച. ദേവസ്ഥാനം, ദേവന്റെ സ്ഥാനത്തിന് നമ്മൾ ലഗ്നം എന്ന് വെച്ചാൽ ദേവന്റെ സാന്നിധ്യം. ദേവസ്ഥാനം വെച്ചാൽ ദേവന്റെ സാന്നിധ്യം ലഗ്നം കൊണ്ട് ചിന്തിക്കുക. പ്രതിമയെ അഷ്ടമം കൊണ്ട് ചിന്തിക്കുക. ഇനി ഒരു ശ്ലോകമുണ്ട്, അതൊന്ന് പഠിച്ചാൽ നന്നായിരിക്കും. ശില്പി ഗുരു ച അന്നദാത പ്രതിമ. അപ്പോൾ എത്ര കാര്യമായി? ശില്പി ഗുരു ച അന്നദാത പ്രതിമ. എത്ര കാര്യമായി? ശില്പി, ഗുരു, അന്നദാത, പ്രതിമ. അത്ര 4 കാര്യമായില്ലേ? ഇവരെ യഥാക്രമം രന്ധ്ര വ്യയപ്യം ധർമ്മേണ ദിയ ചിന്ത്യ മനീഷിഭി.
രന്ധ്ര രന്ധ്ര എന്ന് വെച്ചാൽ എത്ര? രന്ധ്രം 8. വ്യയം 12. ധർമ്മം ധർമ്മേണ ധർമ്മം 9. ദീ ദീ എന്ന് വെച്ചാൽ എന്താണ്? ദീ എന്ന് വെച്ചാൽ ദീ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദീ എന്ന് വെച്ചാൽ ബുദ്ധി. ബുദ്ധിഭാവം ഏതാണ്? 5. അപ്പോൾ ഇതാണ് പറയുന്നത്. എല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ഇവിടെ പറയില്ല. ഇതാണ് നമ്മൾ എടുത്ത് വെച്ച് വായിച്ചാൽ പിടികിട്ടാത്തത്. ശ്ലോകത്തിന് വേറെ കാര്യമൊന്നുമില്ല. ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ ശില്പി ഗുരു അന്നദാത പ്രതിമാച്ച യഥാക്രമം രന്ധ്ര വ്യയഭ്യാം ധർമ്മേണ ദിയാ ചിന്ത്യ മനീഷിപി. മനീഷിപി എന്ന് വെച്ചാൽ ആചാര്യന്മാര് ശില്പിയെ 8 കൊണ്ട് ചിന്തിക്കണം. ഗുരു എന്ന് വെച്ചാൽ തന്ത്രി. ഗുരു എന്ന് ഉദ്ദേശിക്കുന്ന തന്ത്രിയാണ്. ശില്പി തന്നെ. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിയെ 12 കൊണ്ട് ചിന്തിക്കണം. അന്നദാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നദാത എന്ന് ഉദ്ദേശിക്കുന്നത് ധർമ്മ എന്ന് വെച്ചാൽ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ കാര്യനിർവഹണ സമിതിയിലുള്ളവർ. അവരെ 9 കൊണ്ട് ചിന്തിക്കണം. പ്രതിമയെ നമ്മൾ എന്തുകൊണ്ടിരിക്കും? പ്രതിമയെ ദിയ 5 കൊണ്ട് പ്രതിമയെ ചിന്തിക്കണം. 12 അതായത് അഷ്ടമം കൊണ്ട് ശില്പിയെയും 12-ാം ഭാവം കൊണ്ട് ആചാര്യനെയും 9-ാം കൊണ്ട് ക്ഷേത്രനാഥനെ 5-ാം ഭാവം കൊണ്ട് പ്രതിമയെയും ചിന്തിക്കാം. കുറച്ചു നേരത്തെ പ്രതിമയെ ഏതുകൊണ്ട് ചിന്തിക്കാമെന്ന് പറഞ്ഞു? കുറച്ചു നേരത്തെ പ്രതിമയെ എന്തുകൊണ്ട് ചിന്തിക്കാമെന്ന് പറഞ്ഞു? 8 കൊണ്ട് ചിന്തിക്കാം. അപ്പോൾ 8 കൊണ്ടും 5 കൊണ്ടും ഒക്കെ ചിന്തിക്കാം. 8, 5 അതാണ് 1, 5, 8 സാന്നിധ്യ ഭാവം എന്ന് പറയേണ്ട കാര്യം. ഇതാണ് എല്ലാം കൂടി കൺഫ്യൂഷൻ. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഏറ്റവും പ്രധാനം. 1 ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എന്തോന്ന്? ദേവസ്ഥാനം, ദേവന്റെ സാന്നിധ്യം 1 കൊണ്ട് ചിന്തിക്കുക. 8 കൊണ്ട് പ്രതിമയെ ചിന്തിക്കാന്ന് പറഞ്ഞു. ഇപ്പം പറയുന്നു 5 കൊണ്ട് പ്രതിമയെ ചിന്തിക്കാം. അപ്പോൾ 5 കൊണ്ടും 8 കൊണ്ടും പ്രതിമയെ ചിന്തിക്കാം എന്നർത്ഥം. 5 കൊണ്ടും 8 കൊണ്ടും പ്രതിമയെ ചിന്തിക്കാം. പിന്നെ രന്ധ്രം 8 കൊണ്ട് ചിന്തിക്കേണ്ടത് ശില്പിയെ 8 കൊണ്ട് ചിന്തിക്കാം. തന്ത്രിയെ 12 കൊണ്ട് ചിന്തിക്കാം. അന്നദാത ക്ഷേത്രേശന്മാരെ നമുക്ക് എന്ത് ചെയ്യാം? ക്ഷേത്രേശന്മാരെ ക്ഷേത്രനാഥനെയും നമുക്ക് 9 കൊണ്ട് ചിന്തിക്കാം. 5-ാം ഭാവം കൊണ്ട് പ്രതിമയെയും ചിന്തിക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതിനെ വേറെ ഒരു രീതിയിലൂടെ പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. 12 ഭാവം പഠിച്ചു പോയില്ലേ? അതിനകത്തുള്ളതിനെ ഒന്നുകൂടി നമ്മൾ ഊന്നി പഠിക്കുന്നു, അത്ര തന്നെ. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ആകുന്നുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഒന്നുകൂടി പറയണം. കുറച്ചു നേരത്തെ നമ്മൾ പഠിച്ചു ദേവസ്ഥാനം വിലഗ്നേന പ്രതിമ അഷ്ടമേന. അതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 1, 5, 8 സാന്നിധ്യ ഭാവങ്ങളെന്ന് പഠിച്ചു. അതിൽ 1 എന്ന് പറയുന്നത് ബിംബമാണ്. 5ഉം 8ഉം പ്രതിമ. അപ്പോൾ 1, 5, 8 എന്ന് പറഞ്ഞാൽ പ്രതിമയെ പറയാം. 1 കൊണ്ടും 5 കൊണ്ടും 8 കൊണ്ടും പ്രതിമയും എല്ലാം പറയാവുന്ന അർത്ഥം. അതാണ് 1, 5, 8 സാന്നിധ്യ ഭാവങ്ങൾ എന്ന് പറയുന്നത്. 1 ഏറ്റവും പ്രധാനം. 5-നൊരു പ്രധാനം വരുന്നത് 5 മന്ത്രസ്ഥാനവും കൂടിയാണ്. 8 പ്രതിമ, 8ഉം 5ഉം പ്രതിമയാണ്. 5 മന്ത്രസ്ഥാനമാണ്. 1, 5, 8 സാന്നിധ്യ ഭാവങ്ങൾ. 1, 5, 8 സാന്നിധ്യ ഭാവങ്ങളാണ്. അതിൽ 5 മന്ത്രസ്ഥാനമാണ്. 5-ന് മന്ത്രസ്ഥാനം. 1, 5ഉം 8ഉം പ്രതിമയുടെ സ്ഥാനത്തിനും വരും. പ്രതിമയുടെ സ്ഥാനത്തിന് 1, 5, 8 പ്രതിമയുടെ സ്ഥാനത്തിനും വരും. 5 മന്ത്രസ്ഥാനം വരും. 1 ദേവന്റെ സാന്നിധ്യവും വരും. 1, 5, 8 തമ്മിൽ ബന്ധം വന്നാലാണ് നമ്മൾ സാന്നിധ്യമുണ്ട്, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നത്. അതിനെങ്ങനെ പറയും? പ്രതിമ എന്ന് പറയുമ്പോൾ വിഗ്രഹമല്ലേ ഉദ്ദേശിക്കുന്നത്? വിഗ്രഹം. പ്രതിമ എന്ന് ഉദ്ദേശിക്കുന്നത് വിഗ്രഹത്തിനെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ വിഗ്രഹത്തിനെ ചിന്തിക്കുന്നത് അത് എങ്ങനെയാന്നുള്ളത് രണ്ടാമത് പഠിക്കാം. വിഗ്രഹത്തിനെ ചിന്തിക്കുന്നത് 1, 5, 8 കൊണ്ട് വിഗ്രഹത്തിനെ ചിന്തിക്കാം. 5 കൊണ്ട് മന്ത്രത്തിനെ ചിന്തിക്കാം. 1 കൊണ്ട് ദേവന്റെ സാന്നിധ്യത്തിനെയും ചിന്തിക്കാം. ദേവന്റെ സാന്നിധ്യം വിഗ്രഹം മാത്രമല്ല, ദേവന്റെ സാന്നിധ്യത്തിനെയും ചിന്തിക്കാം. 1, 5 അതെങ്ങനെയാണെന്നുള്ളത് രണ്ടാമത് അടുത്ത് ഇതിന് തീർന്നിട്ട് ഉടനെ എടുത്ത് പറഞ്ഞുതരാം.
അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ശില്പി, ഗുരു ച അന്നദാത, പ്രതിമ ച യഥാക്രമം, രന്ധ്ര വ്യയവ്യാം ധർമ്മേണ ദിയ ചിന്ത്യ മനീഷിപി. ഇത് കഴിഞ്ഞ 5ാമത്തെ ചാപ്റ്ററിൽ 98ാമത്തെ പ്രമാണമാണ്. ആദ്യം പറഞ്ഞത് 97, ഇത് 98. ശില്പിയെ 8 കൊണ്ട് ചിന്തിക്കണം. ശില്പി, ഗുരുവിനെ 12 കൊണ്ട്, ഗുരു എന്ന് വെച്ചാൽ തന്ത്രിയെ 12 കൊണ്ട് ചിന്തിക്കണം. ശില്പി, ഗുരു, പ്രതിമ, ശില്പി, ഗുരു, അന്നദാത, ക്ഷേത്രേശന്മാര്, ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ 9 കൊണ്ട് ചിന്തിക്കണം. പ്രതിമ യഥാക്രമം, പ്രതിമയെ 5 കൊണ്ട് ചിന്തിക്കുക എന്നുകൊണ്ട് ചിന്തിച്ചിട്ട്, എന്നിട്ട് നമ്മൾ അടിയിൽ നോട്ടായിട്ട് എഴുതേണ്ടത് 1, 5, 8 സാന്നിധ്യ ഭാവങ്ങളാണ്. 1, 5, 8 കൊണ്ട് പ്രതിമയെ ചിന്തിക്കാം, 5 കൊണ്ട് മന്ത്രത്തിനെ ചിന്തിക്കാം, 1 കൊണ്ട് ദേവന്റെ സാന്നിധ്യവും ചിന്തിക്കാം. ഇങ്ങനെ എഴുതിയാൽ ക്ലിയർ ആവും. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ട് പോകുന്നതിനെല്ലാം ക്രോഡീകരിച്ച് ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഒരിടത്ത് 5, 8 കൊണ്ട് പ്രതിമയെ പറഞ്ഞു, ഒരിടത്ത് 5 കൊണ്ട് പ്രതിമയെ പറഞ്ഞു. 1, 5, 8 ടോട്ടലായിട്ട് ചേർത്ത് സാന്നിധ്യഭാവം എന്ന് പറയും. അതിൽ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടത്, സാറേ ശ്ലോകം ഇപ്പോഴെഴുതാനുള്ളതാണോ? ശില്പി, ഗുരു, അന്നദാത, പ്രതിമ യഥാക്രമം എന്നുള്ളത്. അന്നദാത, പ്രതിമ, ശില്പി, ഗുരു, അന്നദാത പ്രതിമ യഥാക്രമം. അതിപ്പോ എഴുതാനുള്ളതാണോ? എഴുതി വെക്കാൻ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ദേവപ്രശ്നത്തിലെ ലഗ്നം, 5ാം ഭാവം, 8ാം ഭാവം ഇതുകളുടെ നാഥന്മാർ കൊണ്ടാണ്. അതായത് പഞ്ചമാധിപനും ലഗ്നാധിപനും അഷ്ടമാധിപനും അന്യോന്യം ബന്ധമുണ്ടായാൽ ലഗ്നം, 5, 8 ഇവ സാന്നിധ്യ ഭാവങ്ങളാകുന്നു. ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് അടുത്ത ശ്ലോകം, ഇത് 103ാമത്തെ ശ്ലോകം. എല്ലാം കൂടി ചേർത്ത് നോട്ടായിട്ട് തന്നേക്കാം, പേടിക്കണ്ട. ലഗ്നം, 5, 8 ഇവ സാന്നിധ്യ ഭാവങ്ങളെന്ന് പറയും. ഈ ഭാവങ്ങളുടെയോ ഭാവാധിപന്മാരുടെയോ പരസ്പര ബന്ധം ഉണ്ടായാൽ ബിംബത്തിന് സാന്നിധ്യപൂർണത ഉണ്ടെന്ന് പറയണം. അതായത് ഈ 1, 5, 8 തമ്മിലൊരു ബന്ധം, അത് എങ്ങനെ വേണമെങ്കിലും വരാം. അത് നമ്മൾ ജ്യോതിഷത്തിലുള്ള നിയമമാണ്. 1ാം ഭാവപതിയും 5ാം ഭാവപതിയും 8ാം ഭാവപതിയും മാറി 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 അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക. അല്ലെങ്കിൽ ഈ ഭാവപതിമാർ പരസ്പരം ദൃഷ്ടി വരിക, പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുക, ഇവർ ബലവാന്മാരായി അവരവരുടെ രാശിയിൽ നിൽക്കുക, അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടി വരിക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ദേവന്റെ സാന്നിധ്യം, പരസ്പര ബന്ധം, ബിംബത്തിന് സാന്നിധ്യപൂർണ്ണത ഉണ്ട്. ദേവന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഏത് ദേവൻ എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മുരുകനാണോ, ഗണപതിയാണോ, ശാസ്താവാണോ, ശിവനാണോ, വിഷ്ണുവാണോ എന്നല്ല. ദേവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ദേവന്റെ ചൈതന്യമുണ്ട്. ആരെന്നുള്ളത് കണ്ടുപിടിക്കുന്നതൊക്കെ വേറെ രീതി. ആര് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതൊക്കെ വേറെ രീതിയാണ്. 1, 5, 8 എന്നിവ സാന്നിധ്യ ഭാവങ്ങളാകുന്നു. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഈ ഭാവങ്ങളുടെയോ ഭാവാധിപന്മാരുടെയോ, ഭാവങ്ങൾ തമ്മിൽ ബന്ധം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം ഭാവാധിപൻ പോയി 5ൽ നിൽക്കുകയാണ്, 5ാം ഭാവാധിപൻ വന്ന് 8ൽ നിൽക്കുന്നു, 8ാം ഭാവാധിപൻ വന്ന് ലഗ്നത്തിൽ നിൽക്കുന്നു. അങ്ങനെ അങ്ങനെ മാറി മാറി വന്നാൽ മതി. അല്ലെങ്കിൽ ഈ 3 ഭാവാധിപന്മാരും പരസ്പരം ദൃഷ്ടി വരിക, അല്ലെങ്കിൽ പരസ്പരം കേന്ദ്രത്തിൽ വരിക, ബലവാന്മാരായി അവരവരുടെ രാശിയിൽ നിൽക്കുക. ഇങ്ങനെയൊക്കെ വന്നാൽ ക്ഷേത്രത്തിൽ ബിംബത്തിന് സാന്നിധ്യമുണ്ട് എന്ന് പറയണം. ഇവർക്ക് സ്ഥാനബലമുണ്ടെങ്കിലും അത് ഉച്ചസ്ഥാനത്തോ, സാന്നിധ്യം ശുഭനായിരിക്കെ ഉച്ചസ്ഥാനത്ത് വന്നാലോ, അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ മൂലത്രികോണത്തിലോ ഒക്കെ അവരുടെ ബലമുള്ള രാശികൾ നിന്നാലും മതി. അതെന്തെന്നുള്ളത് നമ്മൾ നോക്കിയെടുക്കണം. അത് എക്സാമ്പിളിലൂടെ നോക്കാം. എങ്കിൽ ബിംബത്തിന് അല്ലെങ്കിൽ ദേവന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, ദേവന്റെയോ ദേവിയുടെയോ സാന്നിധ്യം ഉണ്ടെന്ന് പറയണം. 1, 5, 8 ഭാവാധിപന്മാർ സാന്നിധ്യ ഭാവാധിപന്മാരെന്നാണ് അറിയപ്പെടുന്നത്. സാന്നിധ്യ ഭാവങ്ങളാകുന്നു 1, 5, 8. ഈ ഭാവങ്ങളുടെയോ ഭാവാധിപന്റെയോ പരസ്പര ബന്ധം ഉണ്ടെങ്കിൽ ബിംബത്തിന് സാന്നിധ്യം ഉണ്ടെന്ന് പറയണം. പരസ്പര ബന്ധം എന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇവർ പരസ്പരം രാശി മാറി നിൽക്കുക, പരസ്പര ദൃഷ്ടിയിൽ വരിക, പരസ്പരം കേന്ദ്രത്തിൽ വരിക, അവരവരുടെ രാശി ഉച്ചം, സ്വക്ഷേത്രം, മൂലത്രികോണം പോലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുക. എങ്കിൽ അവർക്ക് ബലമുണ്ടെന്ന് അർത്ഥം.
അന്യോന്യം ബന്ധം വരിക. എങ്കിൽ ബിംബത്തിന് തികച്ച തേജസ്സൊക്കെ ഉണ്ടാകും, സാന്നിധ്യം ഉണ്ടാകും, നല്ല തേജസ് ഉണ്ടാകും, വരും കാലത്ത് ഭയങ്കരമായ ഐശ്വര്യം ഉണ്ടാകും, പൂജിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തുടക്കത്തിലൊക്കെ പറയേണ്ടതുണ്ട് ദേവന്റെ സാന്നിധ്യമുണ്ട്. കാരണം 1, 5, 8 ഭാവാധിപന്മാർ സാന്നിധ്യ ഭാവന്മാർ തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ബലമുണ്ട്, അല്ലെങ്കിൽ അവരവരുടെ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നു, സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുന്നു, ത്രികോണത്തിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നോക്കിയെടുക്കണം. അത് എങ്കിൽ സാന്നിധ്യമുണ്ടെന്നർത്ഥം. ഇനി ഇവർക്ക് നീചസ്ഥിതി, ശത്രുക്ഷേത്ര സ്ഥിതി മുതലായ വന്നു കഴിഞ്ഞാൽ ഇവർ പരസ്പരം ബന്ധമില്ലാതെയും നീചത്തിലും ശത്രുക്ഷേത്ര സ്ഥിതിയിലും മൗഢ്യത്തിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സാന്നിധ്യം ഇല്ല എന്നും പറയണം. നീചത്തിലും ശത്രുക്ഷേത്രത്തിലും മൗഢ്യത്തിലും വന്നു കഴിഞ്ഞാൽ, നീചത്തിൽ, ശത്രുക്ഷേത്രത്തിലും മൗഢ്യത്തിൽ, അനിഷ്ടഭാവങ്ങളിലൊക്കെ വരിക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സാന്നിധ്യം ഇല്ല എന്നും, അത് നേരെ മറിച്ചും പറയാം, സാന്നിധ്യം ഇല്ല എന്നും പറയണം. ഇത്രയൊന്ന് എഴുതാം. എന്നിട്ടുണ്ട് 5 97. ദേവസ്ഥാനം വിലഗ്നേന, ദേവസ്ഥാനം വിലഗ്നേന പ്രതിമാമാം അഷ്ടമേന, പ്രതിമാമാം പ്രതിമാമ അഷ്ടമേന ലഗ്നം കൊണ്ട് ദേവസ്ഥാനത്തെയും അഷ്ടമം കൊണ്ട് പ്രതിമയെയും ചിന്തിക്കുക. ദേവസ്ഥാനം ലഗ്നം കൊണ്ട് ദേവസ്ഥാനവും അഷ്ടമം കൊണ്ട് പ്രതിമയും ചിന്തിക്കുക. അടുത്ത ശ്ലോകം 98. ശില്പി ഗുരു ച അന്നദാത, ശില്പി ഗുരു ച അന്നദാത പ്രതിമ ച യഥാക്രമം ച യഥാക്രമം. ഇനി അടുത്ത വരിയിൽ രന്ധ്ര വ്യയഭ്യാം സർ രന്ധ്ര കഴിഞ്ഞിട്ട് എനിക്ക് ക്ലിയർ ആയില്ല. വ്യയഭ്യാം ഭരണി എന്നുള്ള പായിൽ പ്യാം എഴുതണം. വ്യയഭ്യാം ധർമ്മേണ ദിയ, ചിന്ത്യ മനീഷിഭി എന്ന് വെച്ചാൽ ആചാര്യൻ എന്നർത്ഥം. മനീഷിഭി എന്ന് വെച്ചാൽ വിദഗ്ധന്മാര്, അല്ലെങ്കിൽ നല്ല അറിവുള്ളവര് എന്നർത്ഥം. അത്രയേ ഉള്ളൂ. പണ്ഡിതന്മാരെന്നുള്ള അർത്ഥം. മനീഷിഭി എന്ന് വെച്ചാൽ പണ്ഡിതന്മാരെന്ന് പറയാം. ശില്പി ഗുരു അന്നദാത പ്രതിമ ച യഥാക്രമം രന്ധ്രഭയഭ്യം ധർമ്മേണ ദിയ ചിന്ത്യ മനീഷിഭി. അഷ്ടമം കൊണ്ട് ശില്പിയെയും അഷ്ടമം കൊണ്ട് ശില്പിയെയും 12 കൊണ്ട് തന്ത്രിയെയും ബ്രാക്കറ്റിൽ ഗുരു 12 കൊണ്ട് തന്ത്രിയെയും ബ്രാക്കറ്റിൽ ഗുരു
9 കൊണ്ട് ക്ഷേത്രേശന്മാരെയും 9 കൊണ്ട് ക്ഷേത്രേശന്മാരെയും ബ്രാക്കറ്റ് പ്രസിഡന്റ് സെക്രട്ടറി എക്സെട്ര പ്രസിഡന്റ് സെക്രട്ടറി എക്സെട്ര 5 കൊണ്ട് പ്രതിമയെയും ചിന്തിക്കാം. 5 കൊണ്ട് പ്രതിമയെയും ചിന്തിക്കാം. അടുത്ത ലൈൻ എഴുതിക്കൊള്ളു. 1, 5, 8 എന്നീ ഭാവങ്ങൾ 1, 5, 8 എന്നീ ഭാവങ്ങൾ സാന്നിധ്യ ഭാവങ്ങളാകുന്നു. സാന്നിധ്യ ഭാവങ്ങളാകുന്നു. ഒന്നും 5ഉം 8ഉം കൊണ്ട് ഒന്നും 5ഉം 8ഉം കൊണ്ട് ബിംബത്തെ പറയാം. 5 കൊണ്ട് മന്ത്രസ്ഥാനം പറയാം. 5 കൊണ്ട് മന്ത്രസ്ഥാനം പറയാം. ഈ ഭാവാധിപന്മാർ തമ്മിൽ ബന്ധമുണ്ടാവുകയോ ഒന്ന് എന്നിട്ടുള്ള ഈ 1 എന്നിട്ടിട്ട് ഈ ഭാവാധിപന്മാർ തമ്മിൽ ബന്ധമുണ്ടാവുകയോ, ഇത് 1. ഇനി 2, ഈ ഭാവാധിപന്മാർ പരസ്പരം കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിൽക്കുകയോ, ഈ ഭാവാധിപന്മാർ പരസ്പരം കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിൽക്കുകയോ, അടുത്ത 3, ഇവർ പരിവർത്തന യോഗത്തിൽ വരികയോ, അടുത്ത 4, ഇവർ അവരവരുടെ സ്വക്ഷേത്രം ഉച്ചം മൂലത്രികോണത്തിൽ വരികയോ ചെയ്താൽ, ഇവർ അവരവരുടെ സ്വക്ഷേത്രം ഉച്ചം മൂലത്രികോണത്തിൽ വരികയോ ചെയ്താൽ ദേവസാന്നിധ്യം പൂർണ്ണത പറയണം. ദേവസാന്നിധ്യത്തിന് പൂർണ്ണത പറയണം. ദേവസാന്നിധ്യത്തിന് പൂർണ്ണത പറയണം. അടുത്ത ലൈനില്
അടുത്ത ചേർത്തെഴുതണം. ഈ ഭാവാധിപന്മാർ ശുഭഗ്രഹവും കൂടി ആയിരുന്നാൽ ഈ ഭാവാധിപന്മാർ ശുഭഗ്രഹവും കൂടി ആയിരുന്നാൽ ഈ ഭാവാധിപന്മാർ ശുഭഗ്രഹവും കൂടി ആയിരുന്നാൽ സാന്നിധ്യം പൂർണ്ണമായിരിക്കും. സാന്നിധ്യം പൂർണ്ണമായിരിക്കും. അടുത്ത ലൈനില് ഇവർ തമ്മിൽ ബന്ധമില്ലാതെയോ നീചത്തിലോ മൗഢ്യത്തിലോ അനിഷ്ടസ്ഥിതിയിലോ നിന്നാൽ സാന്നിധ്യം ഇല്ല എന്നും ഭക്തജനങ്ങൾക്ക് ദോഷമെന്നും പറയണം. സാന്നിധ്യമില്ല എന്നും ഭക്തജനങ്ങൾക്ക് ദോഷമെന്നും പറയണം. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എല്ലാവരും എഴുതിയോ? ഇത്രയും എഴുതിയോ? എഴുതിയല്ലോ? തെറ്റരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഒരുപാട് പോയിന്റുകൾ പഠിക്കാനുണ്ട്. നമുക്ക് എല്ലാം ഒരുമിച്ച് പഠിച്ചാൽ കുഴപ്പമാണ്. അതങ്ങനെ ഒരു കാര്യം കൂടി അറിയണം. ഒരേ ടൈപ്പിലുള്ള കാര്യങ്ങൾ ഒരു 10, 50, 60 കാര്യങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ നമ്മൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് അത് അടുത്ത് എക്സാമ്പിൾ ഇട്ട് തരുമ്പോൾ ആ കൂട്ടത്തിൽ അവിടെ നമ്മൾ എഴുതി പോകാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും, ഉറപ്പാണ്. ഇപ്പം പഠിച്ചത് 1, 5, 8 മറക്കരുത്. 1 എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഭാവം ലഗ്നം തന്നെയാണ്. 5 പ്രാധാന്യം വരുന്നത് 1, 5, 8 നമ്മൾ സാന്നിധ്യ ഭാവങ്ങളെന്ന് പറയും, ഒരു ബിംബഭാവങ്ങളെന്നും പറയും. അതിൽ 5 മന്ത്രത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. 5 അതിന് പറയുന്നത് 5 മന്ത്രം, 8 ശില്പി, 1 സാന്നിധ്യം. അങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. അങ്ങനെയാണ് 3 കൂടി ചേർത്ത് സാന്നിധ്യഭാവം എന്ന് പറയണം. ഇനി അടുത്ത് പറയണം 4, 5, 9, 10. 2 കേന്ദ്രവും 2 ത്രികോണവും. 4, 5, 9, 10. ഈ ഭാവാധിപന്മാർ തമ്മിലും ബന്ധം വേണം. ഇത് അടുത്ത് പഠിക്കേണ്ടതാണ്. തന്നെ കൂടി കൺഫ്യൂഷൻ ആവരുത്. 4, 5, 9, 10 ഭാവനാഥങ്ങൾ ബന്ധുക്കളാവുകയും അന്യോന്യ രാശികളിൽ നിൽക്കുകയും അന്യോന്യ നവാംശത്തിൽ, ഇത് ഇപ്പം പറഞ്ഞ പോലെ 4, 5, 9, 10 ഭാവാധിപന്മാർ പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുക, അവരവരുടെ സ്വക്ഷേത്രം ഉച്ചമൂല ത്രികോണത്തിൽ നിൽക്കുക, പരസ്പരം ബന്ധപ്പെടുക, അവരവരുടെ രാശികളിൽ ബലമായി നിന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ അഭിവൃദ്ധി ഉണ്ടെന്ന് പറയണം. ക്ഷേത്രത്തിന് അഭിവൃദ്ധികളും ഉണ്ടെന്ന് പറയണം. മേൽക്ക് മേൽ അഭിവൃദ്ധി വരും, ഇനിയും മേൽക്ക് മേൽ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറയണം. 4, 5, 9, 10. 4, 5, 9, 10 പ്രത്യേകത എന്തൊക്കെയാണ് പറഞ്ഞു നോക്കണം. 4 കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാം? ക്ഷേത്രത്തിന്റെ കെട്ടിട സമുച്ചയങ്ങളെല്ലാം 4 കൊണ്ട് ചിന്തിക്കാം. 5 മന്ത്രഭാവം,
9 ക്ഷേത്രേശന്മാർ, 10 ക്ഷേത്രത്തിൻ്റെ ഉത്സവാദിനികൾ, പിന്നെ ക്ഷേത്രത്തിൻ്റെ പൂജാരി, ഇവരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവർ തമ്മിലൊരു ബന്ധം വേണം എപ്പോഴും. പൂജാരിയും ക്ഷേത്രത്തിൻ്റെ ഉത്സവ കാര്യങ്ങളും ക്ഷേത്രേശന്മാരും മന്ത്രസാന്നിധ്യവും അതുപോലെ ക്ഷേത്രത്തിൻ്റെ കെട്ടിട സമുച്ചയങ്ങളെല്ലാം തമ്മിൽ ഒരു ഐക്യം വേണം. 4, 5, 9, 10 ഇങ്ങനെ ഓർമ്മിക്കണം. 4, 5, 9, 10 ഇവർ തമ്മിൽ ഒരു ബന്ധം എന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞ പോലെ അതേ ബന്ധം. 4, 5, 9, 10 തമ്മിൽ പരസ്പരം ത്രികോണത്തിലോ കേന്ദ്രത്തിലോ നിൽക്കുക, അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും രാശി മാറി നിൽക്കുക, അവരവരുടെ സ്വക്ഷേത്രം ഉച്ചമൂല ത്രികോണത്തിൽ നിൽക്കുക, ബലവാന്മാരായിരിക്കുക, എങ്കിൽ നാൾക്ക് നാൾ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറയണം. അഭിവൃദ്ധി, ക്ഷേത്രത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, ഒന്നിനൊന്നിന് വലുതായിക്കൊണ്ടിരിക്കും ക്ഷേത്രം എന്ന് പറയണം. ഇതും കൂടി ഒന്ന് എഴുതിക്കൊള്ളണം. ഇത് 106-ാമത്തെ ശ്ലോകമാണ്. നാല്, 5, 9, 10 ഭാവങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധം വരിക. 4, 5, 9, 10 ഭാവങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധം വരിക. നാല്, 5, 9, 10 ഭാവങ്ങൾ തമ്മിൽ ബന്ധം വരിക. ഇവർ അവരവരുടെ സ്വക്ഷേത്രം ഉച്ചമൂല ത്രികോണത്തിൽ നിൽക്കുക. ഇവർ അവരവരുടെ സ്വക്ഷേത്രം ഉച്ചമൂല ത്രികോണത്തിൽ നിൽക്കുക. സ്വക്ഷേത്രം ഉച്ചമൂല ത്രികോണത്തിൽ നിൽക്കുക. പരസ്പരം രാശി മാറി നിൽക്കുക. പരസ്പരം രാശി മാറി നിൽക്കുക. എങ്കിലും നാൾക്ക് നാൾ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറയണം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 3-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ഒന്ന് നോക്കണം. 89-ാമത്തെ ശ്ലോകം. നെല്ല് കുത്തുന്നവർ, പാത്രം കഴുകുന്നവർ, അടിച്ചു തെളിക്കാർ, നിവേദ്യം തയ്യാറാക്കുന്നവരൊക്കെ 3 കൊണ്ട് ചിന്തിക്കുക. ചന്ദനം, മാല, പുഷ്പങ്ങൾ ഇവ കെട്ടുന്നവരെയും ശംഖ് വിളിക്കുന്നവരെയും വാദ്യക്കാരെയൊക്കെ 10, 8 കൊണ്ട് ചിന്തിക്കുക. എഴുതിയിട്ടുണ്ടല്ലോ. എഴുതിയിട്ടുണ്ട് സർ. 3-ാം ഭാവങ്ങളുടെ നിവേദ്യം പരിചാരകന്മാരും ചിന്തിക്കണം. പരിചാരകന്മാരെന്ന് നെല്ല് കുത്തുന്നവർ, പാത്രം കഴുകുന്നവർ, അടിച്ചു കളിക്കുന്നവർ. 3ഉം 8ഉം നിവേദ്യം. അപ്പോൾ ആരോ ചോദിച്ചു 2ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 3ഉം 8ഉം തമ്മിലെന്ന് വെച്ചാൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ നിവേദ്യങ്ങളാണ്, വെളിയിൽ കൂടെ കൊടുക്കുന്ന നിവേദ്യങ്ങളാണ്. 8 കൊണ്ട് കൊടുക്കുന്ന മഹാനിവേദ്യം. അതിൽ 3 കൊണ്ട് ചിന്തിക്കേണ്ടത് നെല്ല് കുത്തുന്നവർ, പാത്രം കഴുകുന്നവർ, അടിച്ചു തളിക്കാർ, നിവേദ്യം മുതലായവ കൊണ്ട് സാധനങ്ങൾ ഒരുക്കുന്ന പ്രചാരം. നിവേദ്യത്തിന് സാധനം ഒരുക്കുക, നിവേദ്യം ഇടുന്നതല്ല. നിവേദ്യം ചെയ്യുന്നതൊക്കെ പ്രധാന പൂജകൻ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്യരുത്, വേറെ ആരും ചെയ്തുകൂടാ. ഇവിടെ ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാവരും തോന്നുന്ന പോലെ തന്നെ ഒരു പോറ്റി കാണും, 5-6 പ്രതിമകളും കാണും. 5-6 കാണും. ഒരു പോറ്റിയെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയില്ല. അപ്പോഴേ അദ്ദേഹം വേറെ ആരെയും കൊണ്ടൊക്കെ ചെയ്യിക്കും. അതൊക്കെ അശുദ്ധി വരും, അതൊക്കെ അശുദ്ധിയിൽ വരുന്നതാണ്. നെല്ല് കുത്തുന്നവർ, പാത്രം കഴുകുന്നവർ, അടിച്ചു തളിക്കാർ, നിവേദ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നവർ, ഇതൊക്കെ 3-ാം ഭാവം കൊണ്ട്. ശംഖ് വിളിക്കുന്നവർ, പിന്നെ വാദ്യക്കാർ, മാല, പുഷ്പങ്ങൾ ഇവ കൊടുക്കുന്നവർ, ഇതൊക്കെ 8 കൊണ്ട് ചിന്തിക്കണമെന്നും പഠിച്ചു. 5, 3-നും 8-നും തമ്മിലുള്ള വ്യത്യാസമാണ് പഠിച്ചത്.
ഇനി ഈ ബിംബങ്ങൾ ഉണ്ടാക്കുന്നത് ഏതൊക്കെ രീതിയിൽ ബിംബങ്ങൾ ഉണ്ടാക്കാം? പ്രതിമകൾ എത്ര വിധത്തിലുള്ള പ്രതിമകളുണ്ട്? പ്രതിമകൾ എത്ര വിധത്തിലുള്ള പ്രതിമകളുണ്ട്? അതൊന്ന് അറിഞ്ഞിരിക്കണം. അത് 114 ശൈലി, ദാരുമയി, ലൗഹി, ലേപ്യ, ലേഖ്യ ച സൈഗതി, മനോമയി, മണിമയി, പ്രതിമ, അഷ്ടവിധ, സ്മൃത. ശൈലി എന്ന് വെച്ചാൽ ശില കൊണ്ട് ഉണ്ടാക്കിയത്. പ്രതിമകൾ എത്ര സൈസ് പ്രതിമകളുണ്ടെന്നുള്ളത് നമ്മൾ സാധാരണ ശില കൊണ്ട് ഉണ്ടാക്കിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ദാരുമയി മരം കൊണ്ടുണ്ടാക്കിയത്, മരം കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ദാരുമയി. ലൗഹി ലോഹം കൊണ്ടുണ്ടാക്കിയത്, ലോഹങ്ങൾ കൊണ്ട് സ്വർണ്ണ വിഗ്രഹം, പഞ്ചലോക വിഗ്രഹം ഒക്കെ ലോഹം കൊണ്ടുണ്ടാക്കുന്നത്. ശൈലി എന്ന് വെച്ചാൽ ശില എന്ന് വെച്ചാൽ കല്ലിൽ കൊത്തുന്നത്. ദാരുമയി എന്ന് വെച്ചാൽ മരം കൊണ്ടുണ്ടാക്കാം. പ്ലാവിലൊക്കെ കൊണ്ടുണ്ടാക്കാറുണ്ട്. ലേപ്യ, ലേഖ്യ അരി മുതലായവ അരച്ചൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെ കൊണ്ട്. ലേഖ്യ എന്ന് വെച്ചാൽ എഴുതി തയ്യാറാക്കുന്നത്. പൊടികൾ കൊണ്ടുണ്ടാക്കിയ രൂപം, ചായം കൊണ്ടുണ്ടാക്കിയ ചിത്രങ്ങൾ വരയ്ക്കുക. ചിത്രങ്ങൾ വരയ്ക്കുന്നത് നമ്മൾ ചിത്രങ്ങൾ വരച്ചൊക്കെ ചെയ്യുന്ന കേട്ടിട്ടില്ലേ? നമ്മൾ ഹോമങ്ങളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചിത്രങ്ങൾ വരച്ച് ചെയ്യുന്നത്. സർ, കളം വരയ്ക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്? കളം വരയ്ക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് തന്നെ. സൈഗതി എന്ന് വെച്ചാൽ മണൽ കൂട്ടി വെച്ച് നിർമ്മിക്കുന്നത്. മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നത്. ഏറ്റവും പ്രധാനം സങ്കല്പം എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ച് പൂജ കൊടുക്കുക. ചിലർ കണ്ടിട്ടില്ലേ? അവിടെ ഒരു മന്ത്രമൂർത്തി കൂടി സ്ഥാനം കൊണ്ട് സങ്കല്പിച്ച് ഒരു പൂവെടുത്ത് അവിടെ ഇടുകയാണ് എന്ന് പറഞ്ഞിട്ട് സങ്കല്പിച്ചെടുത്ത് അവിടെ ഇടും. അല്ലെങ്കിൽ ബ്രഹ്മരക്ഷസിന് നമ്മൾ എന്നിട്ട് പോറ്റി അവിടെ എന്നും ഒരു പൂ ഇട്ടിട്ട് പോണതാണ് എന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ അവിടെ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് അവർ സങ്കല്പിച്ച് ചെയ്യും. അങ്ങനെ സങ്കല്പിക്കുക. പിന്നെ അത് കഴിഞ്ഞ് രത്നങ്ങളോട് കൂടിയ രത്നങ്ങൾ ഒന്നിച്ചു കൂട്ടി ഉണ്ടാക്കിയത്, അതാണ് ലാസ്റ്റിൽ പറയുന്നത്. മണിമയി രത്നക്കല്ലുകൾ കൊണ്ട് കൂട്ടി ഉണ്ടാക്കുന്നത്. അതൊക്കെ റയറാണ്. അതൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാണും എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴേ ശ്ലോകമായിട്ട് പഠിക്കേണ്ടത് ശൈലി എന്ന് വെച്ചാൽ ശില. ദാരുമയി മരം കൊണ്ട്, ലൗഹി ലോഹം കൊണ്ട്, ലേപ്യ, ലേഖ്യ, സൈഗതി, മനോമയി, മണിമയി, പ്രതിമ, അഷ്ടവിധ, സ്മൃത. ശൈലി, ദാരുമയി, ലൗഹി, ലേപ്യ, ലേഖ്യ ച സൈഗതി, മനോമയി, മണിമയി, പ്രതിമ, അഷ്ടവിധ, സ്മൃത. ശൈലി എന്ന് വെച്ചാൽ ശില, ദാരുമയി മരം കൊണ്ട്, ലൗഹി ലോഹം കൊണ്ട്, ലേപ്യ അരി മുതലായവ അരച്ചു പൊടിച്ച്, ലേഖ്യ എഴുതി ഉണ്ടാക്കുന്നത്, പൊടികൾ കൊണ്ടുണ്ടാക്കി എഴുതി എന്നത്, ചിത്രമൊക്കെ വരയ്ക്കുക എന്നർത്ഥം. സൈഗതി മണൽ കൂട്ടി വെച്ച് ഉണ്ടാക്കുന്നത്, മണൽ കൂട്ടി വെച്ചൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നത്. മനോമയി മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. മണിമയി മണി എന്ന് വെച്ചാൽ രത്നക്കല്ലുകൾ കൊണ്ട് തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഇത്രയും വിഗ്രഹങ്ങൾ, ഇത്രയും രൂപത്തിൽ പ്രതിമകൾ 8 വിധമാകുന്നു എന്നാണ്. ഇനി ഇവരുടെ കാരക ഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ചുമ്മാ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും അറിഞ്ഞിരിക്കുക. 8 വിധത്തിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക എന്നാൽ മാത്രം മതി. വേറെ ഒന്നും വേണ്ട. വേറെ കൂടുതലായിട്ടൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബുക്ക് നോക്കി വായിച്ചുകൊണ്ടാൽ മതി. ശൈലി. ഇനി ഇങ്ങനെ ശൈലി, ദാരുമയി എന്ന് പഠിച്ചിട്ട് അതിൻ്റെ അർത്ഥവും കൂടി വേണം. ശൈലി ശില, കല്ല്. ദാരുമയി മരം. ലൗഹി ലോഹം. ലേപ്യ അരി പോലുള്ളത് പൊടിച്ച് ഉണ്ടാക്കുന്നത്. ലേഖ്യ എഴുതി തയ്യാറാക്കുന്നത്, ചിത്രം വരയ്ക്കുന്നത്. സൈഗതി മണൽ കൂട്ടി വെച്ച് ഉണ്ടാക്കുന്നത്. മനോമയി മനസ്സിൽ സങ്കല്പിക്കുന്നത്. മണിമയി മണികൾ രത്നക്കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ 8 വിധത്തിൽ പ്രതിമകളുണ്ട്. ഒന്ന് എഴുതിക്കൊള്ളണം. പ്രതിമകളുടെ തരം.
ശൈലി 111, ശ്ലോകം 111. ശൈലി, ദാരുമയി, ശൈലി, ദാരുമയി, ലൗഹി, ലൗഹി, ലേപ്യ, ലേപ്യ ആദ്യത്തെ പ്യ പ്യ ലേപ്യ, ലേഹ്യ, ലേഹ്യ, ക നഖം എന്നുള്ള ക, നഖം, മുഖം എന്നുള്ള ക, ലേഹ്യ, ലൗഹി, ലൗഹി ആണോ സാറേ, കീ ആണോ? ലൗഹി, ഹ ഹ ഹ, കാഹളം എന്നുള്ള കാഹളം, കാഹളം, ഹ, ലൗ, ശൈലി, ദാരുമയി, ലൗഹി, ലേപ്യ, ലേഹ്യ, ച സൈഗതി, സൈഗതി, സൈകാതി. ഇനി അടുത്ത വരിയിൽ മനോമയി, മണിമയി, മനോമയി, മണിമയി, പ്രതിമ അഷ്ടവിധ സ്മൃത, പ്രതിമ അഷ്ടവിധ സ്മൃത, ലേഖിയാണോ ഇങ്ങനെ വച്ചിട്ട് ശ്ലോകം പഠിക്കുന്നത് ഇങ്ങനെയാണ്. ശ്ലോകം പഠിക്കുന്നത് പഠിച്ചിട്ട് അതേ അങ്ങനെ വച്ചിട്ട് അതിന്റെ അർത്ഥം കൂടെ ലൗഹി, ലോകം എന്നർത്ഥം. ലൗഹി, ദാരുമയി, മരം, പ്ലാന്തടിയിലൊക്കെ ചെയ്യും. ലൗഹി, ലോഹം, ലേപ്യ, അരി പോലുള്ളത് പൊടിച്ചിട്ട്, ലേഖ്യ, വരച്ച്, എഴുതി, വരച്ച്, പടം വരച്ച്, കാളം വരച്ചൊക്കെ ചെയ്യുന്നത്, സൈഗതി, മണൽ കൂട്ടി വയ്ക്കുന്നത്, മനോമയി, മനസ്സിൽ സങ്കല്പിക്കുന്നത്, മണിമയി, മണി, രത്നങ്ങൾ, വൈഡൂര്യം, കല്ല്, നവരത്നങ്ങളൊക്കെ വച്ചിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ 8 വിധത്തിൽ ഉണ്ട്. ഇനി പ്രധാനമായിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരും. ഞാനൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ദേവന്റെ രൂപം എങ്ങനെയാണ്, ഭാവം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേവം ഏത് ഭാവത്തിലാണ് ദേവൻ ഇരിക്കുന്നത്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ. അതായത് ദേക്ഷ്യഭാവത്തിലാണോ, ശൃംഗാരഭാവത്തിലാണോ, നല്ല പ്രസന്നവദനാണോ, ശാന്തത്തിലാണോ, കാരുണ്യഭാവത്തോടുകൂടി ഇരിക്കുന്നവനാണോ, ശൃംഗാരത്തിലാണോ, അത്ഭുതം കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണോ, ക്രൂരമായ ദൃഷ്ടിയോടുകൂടി ഇരിക്കുന്നതാണോ, ഏത് രൂപത്തിൽ ഞാൻ വരയ്ക്കണം, എടുക്കണം എന്നൊക്കെ ചിലപ്പോൾ ഈ വാസ്തു വിദഗ്ധന്മാർ വന്ന് കിടന്ന് ജാടകൾ കാണിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് ഉള്ള ബഹളങ്ങളും കാണിച്ചുകൊണ്ടൊക്കെ ഇതൊക്കെയാണ് ഭയങ്കര അറിവെന്ന് പറഞ്ഞുകൊണ്ട്. പഴയ കാലത്തുള്ള യൂണിവേഴ്സിറ്റി സ്റ്റഡികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോഴും ഒരു 4-5 സെൻറ്റൻസ് എവിടെ നിന്നെങ്കിലും പഠിച്ച് ഒരു 5-6 ഓട്ട ശ്ലോകവും പഠിച്ചു വെച്ചും കൊണ്ട് ഉള്ള ബഹളം എല്ലാം കാണിക്കും. അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് കഴിക്കണം. ബിംബപതി ആരെന്ന് ആദ്യം നോക്കണം. ബിംബപതി എന്ന് പറയുമ്പോൾ 1, 5, 8. അത് 1-നാണ് പ്രാധാന്യം കൂടുതൽ. ബിംബപതി എന്ന് വെച്ചാൽ ബിംബത്തിന്റെ ഇപ്പം മേടമാണെങ്കിൽ ബിംബപതി ആര്? 8 ആര് തന്നെ? സുബ്രഹ്മണ്യ. അത് തന്നെ. മേടമാണെങ്കിൽ ബിംബപതി 1 ചൊവ്വ. 8 ആരാണ്? 8 ആരാണെന്ന് നോക്കണം. 8 ചൊവ്വ. 5 ആരെന്ന് നോക്കണം. ചൊവ്വയും സൂര്യനൊക്കെ ഒരേ ടൈപ്പ് തന്നെ. 1, 5, 8. മേടമാണെങ്കിൽ എളുപ്പമായി, ജോലി എളുപ്പത്തിലായി. 1, 5, 8 ചൊവ്വയും സൂര്യനും. 1, 5, 8 ചൊവ്വയും സൂര്യനുമാണ്.
1, 5, 8 ചൊവ്വയും സൂര്യനും. അപ്പോൾ ബിംബപതി ആരെന്ന് നോക്കണം. ആ ബിംബപതിയെ വച്ചിട്ടാണ് നമ്മൾ കാര്യം പറയുന്നത്, അവരുടെ രൂപങ്ങൾ പറയുന്നത്, അവരുടെ ഏത് രൂപത്തിലിരിക്കുന്നു എന്നുള്ളത്. ബിംബപതി വ്യാഴമായാൽ ശാന്തവും കാരുണ്യവും ഉണ്ടാകും. ബിംബപതി വ്യാഴമായാൽ ശാന്തവും കാരുണ്യവും. ചന്ദ്രനും ശുക്രനുമായാൽ ശൃംഗാരവും. ചന്ദ്രനും ശുക്രനും ഒക്കെ ഏകദേശം ഒരേ സ്വഭാവമേ പ്രകടിപ്പിക്കുള്ളൂ. വ്യാഴത്തിന് ശാന്തവും കാരുണ്യം, ശാന്തമായിരിക്കും, നല്ല കാരുണ്യവാനായിരിക്കും. ചന്ദ്രനും ശുക്രനും ഭാവം അറിയാമോ? ശൃംഗാര ഭാവം അറിയാമോ? നമുക്ക് അഭിനയിക്കാൻ ശൃംഗാരം ഒരുമാതിരി ഇങ്ങനെ ശൃംഗരിക്കുക, ഇങ്ങനെയൊക്കെ ഒരുമാതിരി. ജഗതിയൊക്കെ ചില സിനിമകളിലൊക്കെ കാണിക്കും ശൃംഗാരം. ഏതൊരു സിനിമയിൽ മോഹൻലാലിന്റെ ഒരു സിനിമയിൽ വരുമല്ല പാവങ്ങളൊക്കെ കാണിക്കുന്നത്. ഉദയനാണ് താരം. ഏത്? ഉദയനാണ് താരം. വാനപ്രസ്ഥം. വേറെ ഒന്ന് മീനയുമായിട്ട് വന്നിട്ട് ഒരു കഥ എഴുതുന്ന ശ്രീനിവാസൻ മോഷ്ടിക്കുമല്ലോ. ഉദയനാണ് താരം. അതിലിങ്ങനെ കാണിക്കും. അതിൽ ഭംഗിയാ കാണിക്കുന്നുണ്ട്. നമുക്ക് അത് കാണുമ്പോൾ നമ്മളൊരു രസം പോലെയൊക്കെ കാണും. നമ്മൾ അഭിനയിച്ച് നോക്കണം, അതുപോലെയൊക്കെ ചെയ്ത് നോക്കണം, അപ്പോഴറിയാം. നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല ആ ഭാവങ്ങളൊക്കെ അതുപോലെയൊക്കെ കാണിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ഭംഗിയായിട്ട് കാണിച്ചെന്നുള്ളത്. അത് കാണിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഓർമ്മ എഴുതാണ്. അപ്പോൾ ബിംബപതി എന്ന് വെച്ചാൽ 1, 5, 8. അതിൽ പ്രധാനമായിട്ട് വളരെ കൺഫ്യൂഷൻ ആവുന്ന കാര്യമാണ്. 1-നെ കൊണ്ട് പറയുമോ, 8-നെ കൊണ്ട് പറയുമോ, 5-നെ കൊണ്ട് പറയുമോ എന്നൊക്കെ തർക്കം വരും. അപ്പോൾ 1 പ്രധാനം. 1 കൊണ്ട് അവര് 1, 5, 8 സാന്നിധ്യ ഭാവങ്ങളാണ്. ഈ സാന്നിധ്യനാഥന്മാര് വ്യാഴമാണെങ്കിൽ ശാന്തവും കാരുണ്യവുമായിരിക്കും. ചന്ദ്രനും ശുക്രനും ആയിരുന്നാൽ ശൃംഗാരം. ബുധനാണെങ്കിൽ ബുധന്റെ സ്വഭാവം എന്താണ്? ബുധൻ സാധാ സ്വഭാവം എന്താണ്? ബുധന്റെ ക്യാരക്ടർ എന്താണ്? ഹാസ്യത്തിന്റെ ആളാണ്. ഹാസ്യവും അത്ഭുതവും. അത്ഭുതപ്പെട്ടിങ്ങനെ അങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴേ ഒരുമാതിരി ഹാസ്യഭാവത്തിൽ ഒരുമാതിരി കൊള്ളാമല്ലോ. ഹാസ്യഭാവം, ഹാസ്യവും അത്ഭുതവും ബുധൻ. വ്യാഴവും ശാന്തവും കാരുണ്യം. വ്യാഴമാണ് സാധ്യ ഗ്രഹമാണ് വ്യാഴം. എല്ലാത്തിനും സമാധാനപ്രിയനും എല്ലാത്തിൻ്റെയും ഒരു സമാധാനത്തോടുകൂടി പോവുകയും ശാന്തതയും കാരുണ്യത്തിന്റെ ആളാണ് വ്യാഴം. ഗുരോസ്തു ശാന്തകാരുണ്യേ. ഇതാണ് ശ്ലോകം. ഗുരോസ്തു ശാന്തകാരുണ്യേ ശൃംഗാര ചന്ദ്രശുക്രയോ. ചന്ദ്രനും ശുക്രനും ശൃംഗാരം. ബുധസ്യ അത്ഭുത ഹാസ്യവും. അത്ഭുതം എന്ന് വെച്ചാൽ എന്താണ്? ബുധനാണെങ്കിൽ അത്ഭുതവും ഹാസ്യവും. കുജനോ സൂര്യനോ ആണെങ്കിൽ രൗദ്ര വീര്യരസം. അതാണ് ഞാൻ പറഞ്ഞത്. മേടമാണെങ്കിൽ എളുപ്പം. ചൊവ്വയ്ക്കും സൂര്യനും രൗദ്ര വീരരസം. രൗദ്രഭാവവും വീരരസവും. എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. രൗദ്രഭാവവും വീരഭാവവും. കാരണം അതാണ് പറഞ്ഞത്, മേടം കിട്ടിക്കഴിഞ്ഞാൽ 1, 5, 8 ആരൊക്കെ വരും? അവിടെ സംശയത്തിന്റെ ദൃഷ്ടിയേ ഇല്ല. 1, 5, 8 സംശയത്തിന്റെ ദൃഷ്ടിയേ വരുന്നില്ല. 1 സൂര്യൻ, 1 ചൊവ്വ, 5 സൂര്യൻ, 8 ചൊവ്വ. ചൊവ്വയ്ക്കും സൂര്യനും 1, 5, 8 ചൊവ്വയും സൂര്യനുമായി. ചൊവ്വയ്ക്കും സൂര്യനും വീരരൗദ്രരസം. ദൗ മംഗളാദിത്യയോ തഥാ രൗദ്ര വീര്യരസവും. മംഗള ആദിത്യയോസ്തത. മംഗളൻ ചൊവ്വ. മംഗളാദിത്യോസ്തത രൗദ്ര വീര്യരസവും. രൗദ്രവും വീര്യവും. ചൊവ്വയ്ക്കും സൂര്യനും രൗദ്രവും വീര്യവും ഭാവമാണ്. മംഗളാദിത്യോസ്തത രൗദ്ര വീര്യരസവും. സൗരേർ എന്ന് വെച്ചാൽ സൂര്യപുത്രൻ. സൗരേർ ബീവത്സ ഭയാനകവും. സൂര്യപുത്രൻ ആര്? സൂര്യപുത്രൻ ബീവത്സ ഭയാനകവും. ബീഫത്സവും ഭയാനകവുമാണ്. ഭയപ്പെടുത്തുന്ന ഒരു കണ്ണൊക്കെ നമ്മൾ തള്ളി പിടിച്ചുകൊണ്ട് ആളുകളെ, കൊച്ചു കുട്ടികളൊക്കെ ഭയപ്പെടുത്തൂലേ? നമ്മൾ ഭയപ്പെടുന്ന രീതിയാണ് ഇവരൊക്കെ. ചിലപ്പോൾ ഈ വീരഭദ്രനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി വീരഭദ്രന്റെ ഒക്കെ കാണുമ്പോൾ
ചില ഈ മാടൻ തമ്പുരാനെയൊക്കെ നമ്മൾ കാണുമ്പോൾ കണ്ടിട്ടുണ്ട്. മാടൻ തമ്പുരാനൊക്കെ ഒരു ഭയപ്പെടുത്തുന്ന രീതി, കണ്ണൊക്കെ തള്ളിപ്പിടിച്ച് ബീഭത്സവും ഭയാനകവുമായ രൂപമാണ് ശനിക്ക്. ഇവിടുത്തെ ഭയം കാണുന്നു. ബിംബഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനെ കൊണ്ടും പറയാം, അങ്ങനെയും ഉണ്ട്. ഇത് കൺഫ്യൂഷൻ ആവും. ഇപ്പൊ ബിംബഭാവത്തിനെ കൊണ്ടും പറയാം, ബിംബഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനെ കൊണ്ടും പറയാം. ഇപ്പൊ മേടവും ചിങ്ങവും, മേടം ആരൂടം കിട്ടിയാൽ ഒന്നാര്? ഒന്ന് ചൊവ്വ, 5 സൂര്യൻ, 8 ചൊവ്വ. മേടത്തിൽ നിൽക്കുന്നത് ആര്? ഒരു സംഭവം തെറ്റി. ആ വ്യാഴത്തിന് എവിടെ ദൃഷ്ടിയുണ്ട്? 5 അപ്പോൾ 1, 5, 8 ചൊവ്വയുടെയും സൂര്യന്റെയും രാശികളാണ്. പക്ഷെ 1-ലും വ്യാഴമുണ്ട്, 5-ലും വ്യാഴമുണ്ട്. 5-ൽ വ്യാഴത്തിന്റെ ദൃഷ്ടി കിടക്കണം, മതി, ദൃഷ്ടി ധാരാളം മതി. അപ്പോഴും നമുക്ക് ചൊവ്വയും സൂര്യനും പറഞ്ഞത് എന്തോന്ന്? ചൊവ്വയ്ക്കും സൂര്യനും പറഞ്ഞത് അത്ഭുത രൗദ്ര വീര്യരസം. രൗദ്ര വീര്യം നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റൂല. രൗദ്ര വീര്യരസം പറയല, പക്ഷെ നല്ല കാരുണ്യമുള്ള ദേവി എന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ ദേവൻ എന്ന് തന്നെ പറയണം. അപ്പോൾ രണ്ടും കൂടി കൺഫ്യൂഷൻ ആവും. ഇതൊക്കെയാണ് തർക്കങ്ങൾ നടക്കുന്നത്. ഇപ്പൊ 1, 5, 8 ഇവിടെ 1, 5, 8 സൂര്യനും ചൊവ്വയും കൂടി എവിടെ നിൽക്കണം നോക്കി. ഇപ്പോഴും ഇന്നത്തെ ഗ്രഹനിലയില് സൂര്യനും ചൊവ്വയും കൂടി എവിടെ നിൽക്കണേ? ധനുരാശിയിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. 1, 5, 8 ഒരുമിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ സാന്നിധ്യമുണ്ട്. മേടമാണ് ആരുടെ കിട്ടിയ സാന്നിധ്യമുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് 9-ൽ നിൽക്കുന്നു. അതാണ് രസം. നല്ല ഭാവത്തിലാണ് നിൽക്കുന്നത്. രണ്ടുപേരും ബന്ധുക്കളുമാണ്. 1, 5, 8 തമ്മിൽ ബന്ധുക്കളാണ്. അവർ ഒരുമിച്ച് നിൽക്കുന്നു. 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇല്ലല്ല, 9-ൽ ഒന്നുമില്ല. സൂര്യൻ മുകളിൽ കയറിയല്ലോ. സൂര്യൻ കേന്ദ്രത്തില്, ചൊവ്വ ത്രികോണത്തില് മതി. അവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടിയും കിടക്കണം. അങ്ങനെ വന്നാലും മതി. അപ്പോൾ ഇവിടെ 1, 5-ൽ 1, 5-നൊക്കെ വ്യാഴത്തിന്റെ ബന്ധമുണ്ട്. 1-ാം ഭാവവതിക്കും വ്യാഴത്തിന്റെ ബന്ധമുണ്ട്. അപ്പോൾ വെറും രൗദ്ര വീരരസമെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല കാരുണ്യവാനായ ദേവൻ, അല്ലെങ്കിൽ കാരുണ്യമുള്ള ദേവിയാണ്. ഭദ്രയാണെങ്കിലും, ഭദ്രകാളി എന്ന് കണക്കാക്കുക. ഭദ്രയാണെങ്കിലും നല്ല കാരുണ്യ അവസ്ഥയിലാണ് നിൽക്കുന്നത്. കണക്കാക്കി കൊത്തണം. അത് കണക്കാക്കിയാണ് ബിംബം തയ്യാറാക്കേണ്ടത് എന്ന് പറയണം. കരുണാമയിയായ ദേവിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഗുരോസ്തു ശാന്തകാരുണ്യേ ശൃംഗാര ചന്ദ്രശുക്രയോ ബുധസ്യ അത്ഭുതഹാസ്യോ ധൗ മംഗളാദിത്യോസ്തത രൗദ്രവീര്യരസൗ സൗര്യർ ബീഭത്സ ഭയാനകൗ. ഇത്രയും തന്നെ നമുക്ക് അത്യാവശ്യം. ബിംബഭാവേന സഞ്ചിതന്ത്യ രസദേവസ്യ സന്തതം എന്നുകൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ശൈലി ദാരിമയി ലൗക്യ, അത് നമ്മൾ എഴുതിയല്ല അല്ലേ? എഴുതി സർ. സാറേ, യോഗനിദ്രയിലാണെങ്കിൽ ഇപ്പൊ വ്യാഴാണോ പാവം? അത് വേറെ കണ്ടാൽ പറഞ്ഞുതരാം. അതായത് ഇരിക്കുക, നിൽക്കുക, കിടക്കുക, അതാണ് ഇപ്പൊ ഉദ്ദേശിച്ചത് അല്ലേ? ഭഗവാൻ ഇരുന്നുകൊണ്ടുള്ള ഇരിപ്പാണോ, നിപ്പാണോ, കിടപ്പാണോ എന്നുള്ളതാണ് ഇപ്പം ചോദിച്ചതെന്ന് തോന്നുന്നു. ഇല്ല, ധ്യാനത്തിലിരിക്കുന്നത് ഭഗവാൻ. അപ്പൊ ഈ ബുക്കിലുള്ളത് യോഗനിദ്രയിലിരിക്കുന്നതാണ്. അത് ഇരിക്കുന്ന ഭാവമാണോ, നിൽക്കുന്ന ഭാവമാണോ, കിടക്കുന്ന ഭാവമാണോ? കിടക്കുന്ന ഭാവമെങ്കിൽ ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ചരരാശി, സ്ഥിരരാശി, ഉഭയരാശി എന്നൊക്കെ വെച്ചിട്ടൊക്കെ പറയും. അത് നമുക്ക് ഈ ബുക്കിലില്ല, മറ്റേ ബുക്കിലാണ്. ആ ബുക്കിൽ നോക്കിയിട്ട് ഇത് ഒരു അടുക്കിൽ ഇങ്ങനെ വരുന്നതാണ്. അതാണ് ഇങ്ങനെ എടുക്കുന്നത്. ഒരു അടുക്കിൽ വരുന്നത് ഒരു അടുക്കിൽ എടുത്തിട്ട് അടുത്ത അടുക്ക് അടുത്തതിൽ വരണം. അത് പറഞ്ഞുതരാം.
അതുപോലെ ഉണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാൽ മതി. എല്ലാം ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും ചില കേസുകളൊക്കെ. ഒരു സംശയം, അതൊക്കെ ദേവപ്രശ്നത്തിൽ ഓണക്കൂറിൻ്റെ ബുക്കിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പട്ടം കൃഷ്ണനായർ സാറിൻ്റെ ബുക്കിലൊക്കെ ഉണ്ട്. ബുക്കിലില്ലാത്തത് ഒന്നുമില്ല. പക്ഷെ ആർക്കും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല, പറഞ്ഞു കൊടുക്കില്ല എന്നൊരു കാര്യമേ ഉള്ളൂ. ബുക്കിൽ തന്നെ എല്ലാം ഉള്ളത്. ബുക്കിന് എടുത്തിട്ട് തന്നെ നമ്മളൊന്നും സ്വയമായിട്ട് നിർമ്മിക്കുന്നതല്ല, എല്ലാം ഓരോരുത്തർ എഴുതി വെച്ചിട്ടുള്ള ബുക്കുകളിലുണ്ട്. അത് എവിടെയെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർ വായിക്കാൻ താല്പര്യമുള്ളവർ വായിച്ചോളും. ആദ്യത്തെ എഴുതിയല്ല അല്ലേ? ആദ്യത്തെ എഴുതിയല്ല, ശില കൊണ്ട്, മരം കൊണ്ട്, അതിൽ എഴുതിയല്ല, ലോകം കൊണ്ട്. അതെഴുതിയോ? എഴുതി. അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, ശ്ലോകം എഴുതിയുള്ളൂ. ശ്ലോകം എഴുതിയതേ ഉള്ളൂ. അപ്പോഴെൻ്റെ ബാക്കി എഴുതിക്കൊള്ളണം. അതാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് എഴുതി തന്നതുപോലെ തോന്നുന്നില്ല. ശ്ലോകം എഴുതി സാറേ. പ്രതിമകൾ 8 വിധത്തിലുണ്ട്. പ്രതിമകൾ 8 വിധത്തിലുണ്ട്. ശില കൊണ്ടുള്ളത് 1, ശില കൊണ്ടുള്ളത്, ശില കൊണ്ട്. 2, മരം കൊണ്ട്. 3, ലോഹം കൊണ്ട്. ലോഹമാണ് പഞ്ചലോക വിഗ്രഹം, സ്വർണ വിഗ്രഹം, വെള്ളി വിഗ്രഹം എന്നൊക്കെ പറയുന്നത് ലോഹം കൊണ്ട്. ലോഹം കൊണ്ട്. അരി മുതലായവ അരച്ച്, അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്, എങ്ങനെയാന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. രണ്ടാമത് നോക്കാം. അരി മുതലായവ കടുശർക്കര, അതിന് അതൊക്കെ വരും. അത് ഓരോ ഗ്രഹത്തിനും ഓരോന്നിന്റെ കാരകത്വം ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം, പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. താല്പര്യമുണ്ടോ? ഉണ്ട് സാറേ. ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. മരം കൊണ്ട്, ലോഹം കൊണ്ട്, അരി മുതലായവ അരച്ച് ഉണ്ടാക്കിയത്. അടുത്ത 5, പൊടി, ചായം എന്നിവ കൊണ്ട് ചിത്രം വരച്ചത്. പൊടി, ചായം എന്നിവ കൊണ്ട് ചിത്രം വരച്ചത്. അടുത്ത 6, മണൽ കൂട്ടി വെച്ച് ഉണ്ടാക്കിയത്. മണൽ കൂട്ടി വെച്ച് ഉണ്ടാക്കിയത്. അടുത്ത 7, മനസ്സിൽ സങ്കല്പിച്ചത്. മനസ്സിൽ സങ്കല്പിച്ചത്. 8, രത്നക്കല്ലുകൾ കൊണ്ട് തയ്യാറാക്കിയത്. രത്നക്കല്ലുകൾ കൊണ്ട് തയ്യാറാക്കിയത്. സാറേ, ഒരു സംശയം. മണൽ കൂട്ടി വെച്ച് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ മണല് മാത്രമാണോ, വേറെ എന്തെങ്കിലും മിക്സിങ് വരുമോ? മണല് പോലുള്ള സാധനങ്ങൾ, മണല് പോലുള്ളതൊക്കെ വെച്ചിട്ട് രാമേശ്വരത്തെ നമ്മുടെ ഭാഗത്തൊന്നും അത് കൂടുതൽ കാണാനില്ല, മണലിലൊക്കെ സങ്കല്പിച്ച് ചെയ്യുന്നത്. രാമേശ്വരം എങ്ങനെയാണോ സീത കൂട്ടി വെച്ചിട്ട്? സീത കൂട്ടി വെച്ച് ചെയ്തെന്നും പിന്നെ അത് വിഗ്രഹമായെന്നും മാറിയെന്നും ഒക്കെ പറയുന്ന ഒരു സങ്കല്പം. അല്ല, മണല് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ അതിനകത്തൊന്നും മിക്സിങ് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അറിയാത്തോണ്ട് ചോദിച്ചതാണ്. മണല് മാത്രമേ പറയുന്നുള്ളൂ. മണല് മാത്രമായിട്ട് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ അപ്പൊ അതിൽ വരുമോ? അതായത് വേണമെങ്കിൽ പറഞ്ഞുതരാം. ബിംബസ്ഫുടരാശിയൊക്കെ തയ്യാറാക്കുമ്പോൾ വ്യാഴം വന്നു കഴിഞ്ഞാൽ കടുശർക്കര, ബലഹീനനാണെങ്കിൽ മരം, ചന്ദ്രനാണെങ്കിൽ സ്വർണമാണെന്ന് പറയണം, ചൊവ്വയാണെങ്കിൽ ശിലയാണെന്ന് പറയണം, ബുധനാണെങ്കിൽ മരം എന്ന് പറയണം, വ്യാഴമാണെങ്കിൽ പഞ്ചലോകം എന്ന് പറയണം, ശുക്രനാണെങ്കിൽ വെള്ളി, ശനിയാണെങ്കിൽ ഈയം, കാരിയം, ഇരുമ്പ്,
ഓരോരുത്തരുടെ കാരകത്വം അനുസരിച്ച് ഈ പറയാം. ശനിക്കാണെങ്കിൽ ഇരുമ്പ്, ഈയം ഇതൊക്കെ പറയാം. വ്യാഴമാണെങ്കിൽ പഞ്ചലോകം പറയാം. ശുക്രനാണെങ്കിൽ വെള്ളി പറയാം. ചന്ദ്രനാണെങ്കിൽ സ്വർണം പറയാം. ചൊവ്വയാണെങ്കിൽ ശില, കല്ല്, ഇങ്ങനെയൊക്കെ പറയാമെന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. ഓരോ ബുക്കിൽ പറയുമ്പോഴും ഓരോ രീതിയിൽ പറയും. അതുകൊണ്ടാണ് ഈ ശ്ലോകവും തട്ടിക്കൊണ്ട് കിടക്കുന്ന ആളുകൾ. സാറേ, മനസ്സിൽ സങ്കല്പിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാറേ? മനസ്സിൽ സങ്കല്പിക്കുന്ന വെച്ചാൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനം, വിഗ്രഹമോ പീഠമോ ഒന്നും കാണൂല. ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഒരു അതൊക്കെ സാധാരണ ചെയ്ത ഈ മന്ത്രമൂർത്തി, യോഗീശ്വരനൊക്കെ എന്ന് പറയുന്ന ആൾക്കാർക്ക് സ്ഥാനം കൊടുക്കൂല. ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ബ്രഹ്മരക്ഷസിനെയൊക്കെ സ്ഥാനം സങ്കല്പിച്ചിട്ട് പോറ്റി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ട് നിലനിർത്തും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ആവശ്യം വേണ്ടിയിട്ട് ഒന്ന് സങ്കല്പിച്ചിട്ട് അവിടെ മന്ത്രവും ജപിച്ച് പോയിട്ട് മന്ത്രവും ജപിച്ചിട്ട് അവർ പോകും. എന്നിട്ട് അതിനെ ഉദ്വാസനം നടത്തിയിട്ട് അവരങ്ങ് പോകും. സങ്കല്പിച്ച് ചെയ്യുക. ഗണപതിക്ക് സങ്കല്പിച്ച് ചെയ്താൽ മതി എന്ന് പറയുന്നൊക്കെ കേട്ടിട്ടില്ലേ? സങ്കല്പിച്ച് ഗണപതിക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ട് ചിലപ്പോൾ സങ്കല്പിച്ച് ചെറിയ ചെറിയ തെക്കതൊക്കെ ആണെങ്കിൽ, തെക്കത് ചെറിയ ക്ഷേത്രമാണെങ്കിൽ കൊടുക്കാൻ സ്ഥലം കാണൂല. കൊടുക്കാൻ സ്ഥലം കാണാനിപ്പോൾ സങ്കല്പിച്ച് കൊടുക്കും. അതാണ് സങ്കല്പം. ഇനി ദേവന്റെ സാറേ, എഴുതാൻ വേണ്ടിയാണോ പറഞ്ഞത്? എങ്ങനെ എഴുതാൻ വേണ്ടി പറഞ്ഞതാണോ ദേവന്റെ രൂപം? അതന്നെ അടുത്തത്. ഇനി പറയുന്ന 120ാമത്തെ ശ്ലോകം. ദേവന്റെ രൂപം, ഭാവം, രൂപമല്ല ഭാവം. രൂപം എന്ന് പറയാൻ പറ്റൂലല്ല, ഭാവം. ഗുരോസ്തു ശാന്തകാരുണ്യേ. ഒന്ന് എഴുതുമ്പം ക്ലിയർ ആകും. പുസ്തകം നോക്കി പഠിക്കുക. പുസ്തകം നോക്കി പഠിച്ചുകൊണ്ടാൽ മതി. ഗുരോസ്തു ശാന്തകാരുണ്യേ. ശ്ലോകം എത്രാമത്തെയാണെന്ന് പറയുമോ? 5-120. 5-120. ഗുരോസ്തു എഴുതണോ? അതോ നിങ്ങൾ രണ്ടാമത് എഴുതിക്കൊള്ളുവോ? ഇല്ല സാറേ, എഴുതണം. ഗുരോസ്തു ശാന്തകാരുണ്യേ. ഗുരോ ശാന്തകാരുണ്യേ. ഇനി അടുത്ത വരിയിൽ ശൃംഗാര ചന്ദ്രശുക്രയോ. ശൃംഗാര ചന്ദ്രശുക്രയോ. ശൃംഗാര ചന്ദ്രശുക്രയോ. ബുധസ്യ അത്ഭുതഹാസ്യൗ. ബുധസ്യ അത്ഭുതഹാസ്യൗ. ബുധസ്യ അത്ഭുതഹാസ്യൗ. ധൗ. അടുത്ത ധൗ. അതൊരു പ്രാസത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ധൗ. മംഗളാദിത്യയോസ്തത. അടുത്ത ലൈനിൽ മംഗളാദിത്യയോസ്തത. മംഗളാദിത്യയോസ്തത. ഇനി അടുത്ത വരിയിലെ രൗദ്രവീരരസൗ സൗരേർ. രൗദ്രവീരരസൗ സൗരേർ.
രൗദ്ര വീര്യരസൗ സൗരേർ ഇനി അടുത്ത വരിയില് ബീഫൽസക പയാനകൗ ബീഫൽസക ബി പ ഭരണിയുടെ പ ഇൽസ ക പയാനകൗ ഗുരോസ്തു ശാന്തകാരുണ്യേ ശൃംഗാരചന്ദ്രശുക്രയോ ബുധസ്യ അത്ഭുതഹാസ്യൗ ധൗ മംഗളാദിത്യോസ്തത രൗദ്രവീര്യരസൗ സൗരേർ ബീഫൽസ ഭയാനകൗ. ബിംബപതി വ്യാഴമായാൽ ബിംബപതി വ്യാഴമായാൽ ദേവന്റെ ഭാവം ശാന്തവും കാരുണ്യവുമായിരിക്കും. ദേവന്റെ ഭാവം ശാന്തവും കാരുണ്യവുമായിരിക്കും. ശാന്തവും കാരുണ്യവുമായിരിക്കും. ബിംബപതി അടുത്ത ലൈനില് ബിംബപതി ചന്ദ്രനോ ശുക്രനോ ആയാൽ ബിംബപതി ചന്ദ്രനോ ശുക്രനോ ആയാൽ ശൃംഗാരഭാവമായിരിക്കും. ശൃംഗാരഭാവമായിരിക്കും. അടുത്ത 3 ബുധനാണെങ്കിൽ അത്ഭുതവും ഹാസ്യവും. ബുധനാണെങ്കിൽ അത്ഭുതവും ഹാസ്യവും. ബുധനാണെങ്കിൽ അത്ഭുതവും ഹാസ്യവും. കുജനോ സൂര്യനോ ആയാൽ രൗദ്ര വീരരസം. കുജനോ സൂര്യനോ ആയാൽ രൗദ്ര വീരരസം. രൗദ്ര വീരരസം. അടുത്ത പോയിന്റ് ശനിയാണെങ്കിൽ ബീഭത്സവും ഭയാനകവും. ബീഭത്സവും ഭയാനകവും. അടുത്ത ലൈനില് ഇത് ബിംബഭാവങ്ങളായ ആരൂഢം അതിൻ്റെ 5, 8 കൊണ്ട് പറയുന്നതാണ്. ആരൂഢം അതിൻ്റെ 5, 8 ഭാവനാഥന്മാരെ കൊണ്ടാണ് പറയുന്നത്. ആരൂഢം അതിൻ്റെ 5, 8 ഭാവനാഥന്മാരെ കൊണ്ടാണ് പറയുന്നത്. ഭാവനാഥന്മാരെ കൊണ്ടാണ് പറയുന്നത്. ഇതിൽ പ്രധാനം ഒന്നാം ഭാവമാണ്. ഇതിൽ പ്രധാനം 1-ാം ഭാവമാണ്. ഈ ഭാവങ്ങൾ അടുത്ത ലൈനില് ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ സ്വഭാവവും പറയാം. ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന
ഗ്രഹത്തിൻ്റെ സ്വഭാവം വച്ചും പറയാം. എക്സാമ്പിൾ, ഇന്നത്തെ ഗ്രഹനില എഴുതിക്കൊള്ളണം. ഇന്നത്തെ ഗ്രഹനില എഴുതിക്കൊള്ളണം. എക്സാമ്പിൾ, പെട്ടെന്ന് വരയ്ക്കണം. രാശിചക്രം വരയ്ക്കണം. മീനത്തില് രാഹു. മീനത്തില് രാഹു. മേടത്തില് വ്യാഴം. ആരൂഢവും മേടത്തിലിട്ടേക്കണം. ആരൂഢം മേടം ഇട്ടോളണം. മേടത്തില് വ്യാഴവും ആന്ന് കൂടിയിട്ടോളണം. ആരൂഢം. ചന്ദ്രനും അവിടെ ഇട്ടേക്കണം. ചന്ദ്രനും മേടത്തിലിട്ടേക്കണം. കന്നിയില് കേതു. വൃശ്ചികത്തില് ശുക്രൻ. ധനുവില് ബുധനും ചൊവ്വയും. ധനുവില് ബുധനും ചൊവ്വയും. മകരത്തില് സൂര്യൻ. കുംഭത്തില് ശനി. മീനത്തില് രാഹു. അത് നമ്മൾ ആദ്യം പറഞ്ഞു. ഇത് താഴെ എഴുതിക്കൊണ്ടു. 1 8 അധിപന്മാർ ചൊവ്വ, 5 സൂര്യൻ. ഒന്നും 8 ചൊവ്വ, 5 സൂര്യൻ. രൗദ്ര വീരരസം. രൗദ്ര വീരഭാവം. രൗദ്ര വീരഭാവം. എന്നാൽ 1 നിൽക്കുന്ന വ്യാഴത്തിന് 5 ദൃഷ്ടിയുണ്ട്. അത് ലഗ്നാധിപനെയും ദൃഷ്ടി പതിക്കുന്നു. സർ, 1 നിൽക്കുന്ന വ്യാഴം 5 ദൃഷ്ടിയുണ്ട്. ലഗ്നാധിപനെയും ദൃഷ്ടി പതിക്കുന്നു. വ്യാഴത്തിന് ശാന്തവും കാരുണ്യവുമാണ്. അപ്പോൾ രൗദ്ര വീര ഭാവമാണെങ്കിലും കാരുണ്യവാനായ ദേവനാണ് എന്ന് പറയണം. കാരുണ്യവാനായ ദേവനെന്ന് പറയണം. മേട ആരൂഢവും മേടം രാശിയുമാണ്. മേട ആരൂഢവും മേടം രാശിയുമാണ്. ആരൂഢം മേടമല്ലേ? ചന്ദ്രരാശി മേടമല്ലേ? അതെ.
അപ്പോൾ മേടത്തിന്റെ സ്വരൂപം എന്താണ് പറയുന്നത്? വൃത്ത അതാമൃതർ ഉഷ്ണശാഖ ലഘു ക്ഷിപ്രപ്രസാദോ. എഴുതിക്കൊണ്ടും മേടമായതുകൊണ്ട് ക്ഷിപ്രപ്രസാദ ആയ ദേവനായിരിക്കും. ക്ഷിപ്രപ്രസാദി, പെട്ടെന്ന് പ്രസാദിക്കും. ഇതെല്ലാം അതിനകത്ത് വരും. അല്ലാതെ ഇന്നത് തന്നെ പറയാവൂന്നുള്ള നിർബന്ധമൊന്നുമില്ല എന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ക്ഷിപ്രപ്രസാദോ. ശൂരത്വമുള്ള ദേവനാണ്. അങ്ങനെ വല്ലഭ, സ്ത്രീകളോട് പ്രത്യേകം കാരുണ്യം ഉണ്ടായിരിക്കും. ശൂരത്വം ഉള്ളതായ ദേവനായിരിക്കും. സ്ത്രീകൾക്ക് പ്രത്യേക അനുഗ്രഹാശംസകളുള്ള ദേവനായിരിക്കും. സ്ത്രീകളോട് അങ്ങനെ വല്ലഭ. ഇതെല്ലാം അതിനകത്ത് കയറ്റിവിടണം. ക്ഷിപ്രപ്രസാദം എന്നുള്ളത് വളരെ പ്രധാനം. ക്ഷിപ്രപ്രസാദിയാണ്. അപ്പോൾ ഈ ബീഫത്സവമല്ല, രൗദ്ര വീരരസമാണെങ്കിലും ശാന്തതയും കാരുണ്യമുണ്ട്. ക്ഷിപ്രപ്രസാദിയാണ്. ശാന്തതയും കാരുണ്യമുണ്ട്. ക്ഷിപ്രപ്രസാദിയാണ്. പക്ഷെ രൗദ്ര വീരരസവുമാണ്. ചിലപ്പോൾ ഇണങ്ങിക്കഴിഞ്ഞാൽ നേരെ പോവും. പിണങ്ങിക്കഴിഞ്ഞാൽ പോക്കെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇണങ്ങിയാൽ നേരെ പോവും, പിണങ്ങിയാൽ തീർന്നു. ആ ഒരവസ്ഥ തന്നെ പറയേണ്ടി വരും. വളരെ സൂക്ഷിച്ചും പൂജിച്ചു പോകണം, അത്ര തന്നെ. എന്നാലേ ചിന്തിക്കാൻ പറ്റൂ. രാശിയുടെ സ്വഭാവം കൂടെ ചേർത്ത് പറയാം. മേടം രാശിയുടെ സ്വഭാവം പറഞ്ഞു വെച്ചാൽ രാശിയിൽ വ്യാഴം നിൽക്കുകയാണ്. രാശിക്ക് ബലമുണ്ട്. രാശി അധിപനും വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. ക്ഷിപ്രപ്രസാദി എന്നുള്ളത് ഉറപ്പാണ്. അത് പറഞ്ഞേ പറ്റുള്ളൂ. ക്ഷിപ്രപ്രസാദിയായ ദേവനാണ്, വ്യാഴമാണ് നിൽക്കുന്നത്. വ്യാഴം 9-ാം ഭാവപതിയാണ്. ആരുടെ ആധിപത്യം നിൽക്കുന്ന 9-ല്. സാറേ, അത് ഓജരാശി ആയതുകൊണ്ട് നമുക്ക് പുരുഷനാണെന്ന് തന്നെ ഉറപ്പിക്കാമോ? ഓജരാശി ആയതുകൊണ്ട് സ്ത്രീയല്ല പുരുഷനാണെന്ന് ആയിരിക്കും. അത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. മുരുകനാണോ മുരുകനാണോ ഭദ്രയാണോ എന്നൊന്നും ചിന്തിച്ചില്ല. അതൊക്കെ രണ്ടാമത്. ദേവഭാവമൊന്നും നമ്മൾ ചിന്തിക്കാൻ പഠിച്ചില്ല. അതൊക്കെ നമുക്ക് രണ്ടാമത് പഠിക്കാം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കൂടി ഇടയിൽ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത പോയിന്റ്. ഇത് 122ാമത്തെ ശ്ലോകമാണ് ഇനി പറയാൻ പോകുന്നത്. 120ഉം 21 അതിൽ ആദ്യം പറഞ്ഞത്. 120ഉം 21 പറഞ്ഞു. 122. കുജൻ ബിംബഭാവങ്ങളായ ലഗ്ന പഞ്ചമഭാവങ്ങളിൽ നിന്നാൽ ബിംബത്തിന് മുറിവ്, പൊട്ടൽ എന്നിവയും, ശനി നിന്നാൽ ബിംബത്തിന് ജീർണതയും, രാഹുവോ കുടിയനോ നിന്നാൽ ചേര മുതലായ സ്പർശവും, കേതു നിന്നാൽ ശത്രുക്കളുടെ ചൂർണപ്രയോഗവും, സൂര്യൻ നിന്നാൽ മുളക് മുതലായവ അരച്ചു തേച്ചതെന്നും പറയണം. ഇത് ഫലം പറയുന്ന ഭാവങ്ങളാണ്. ബിംബഭാവങ്ങളിൽ എവിടെയെങ്കിലും 1, 5, 8 ബിംബഭാവങ്ങൾ. അവിടെ ചൊവ്വ നിന്ന് കഴിയുകയോ ചൊവ്വയുടെ ദൃഷ്ടി വരികയോ ചെയ്തു കഴിഞ്ഞാൽ ബിംബത്തിന് മുറിവ്, പൊട്ടലുണ്ട്. ഒടിവ്, മുറിവ്, പൊട്ടലൊക്കെ പറയണം. ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത് പൊട്ടലുണ്ടല്ലോ, എവിടെ പൊട്ടി, ഏത് ഭാഗം പൊട്ടി എന്നുള്ളതൊക്കെ പോവാ പഠിച്ചോളാം. എവിടെ പൊട്ടി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട വഴിയുണ്ട്. കുജൻ ബിംബഭാവങ്ങളായ 1, 5, 8 നിന്നാൽ അല്ലെങ്കിൽ ദൃഷ്ടി വന്നാൽ ബിംബത്തിന് പൊട്ടലോ ഒടിവോ ഉണ്ടായി എന്ന് പറയണം. മനസ്സിലായോ? ഇവിടെ കുജന്റെ ദൃഷ്ടി വേണം. ദൃഷ്ടിയോ യോഗമോ ദൃഷ്ടിയോ വേണം. 1 ചൊവ്വ നിൽക്കുക, അല്ലെങ്കിൽ 5 ചൊവ്വ നിൽക്കുക, അല്ലെങ്കിൽ 8 ചൊവ്വ നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ചൊവ്വയുടെ ദൃഷ്ടി വരിക. വന്നു കഴിഞ്ഞാൽ പൊട്ടലുണ്ട്, അല്ലെങ്കിൽ മുറിവുണ്ട്, ഒടിവുണ്ട്, പൊട്ടലുണ്ടെന്ന് പറയണം. ചൊവ്വയുടെ യോഗമോ ദൃഷ്ടിയോ വന്നാൽ. ഇനി ഇവിടെ എവിടെയെങ്കിലും ശനിയുടെ യോഗമോ ദൃഷ്ടിയോ വന്നു കഴിഞ്ഞാലോ ജീർണത പറയണം. ശനി ജീർണതയുടെ ആളാണ്. ഇവിടെ നമുക്ക് 1 ശനിയുടെ ദൃഷ്ടിയില്ലേ? 1-ലും 5-ലും ഉണ്ട്. 5-ലില്ലേ? 5-ലും ഉണ്ട്.
8-ലില്ലേ? ഉണ്ട്. 8 വൃശ്ചികം. അതെ ഉണ്ട് സാർ. വൃശ്ചികത്തിൽ ശനിയുടെ ദൃഷ്ടിയില്ലേ? ഉണ്ട്, ശനിയുടെ 10ാം ഭാവം. അപ്പോൾ നോക്കിക്കോളി, 1-ല്, 5-ല്, 8-ല് 3 ശനിയുടെ ദൃഷ്ടിയുണ്ട്. ശനിക്ക് 3 ദൃഷ്ടിയേ ഉള്ളൂ. 3 ദൃഷ്ടികളും ശനിയുടെ ദൃഷ്ടികളും 3 ഉണ്ട്. അപ്പോൾ പഴക്കമുണ്ട് എന്നുള്ളത് ഉറപ്പായി. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. പഴക്കമുണ്ട്, ബിംബത്തിന് പഴക്കമുണ്ട്. 1-ലും ശനിയുടെ ദൃഷ്ടിയുണ്ട്, 5-ലും ഉണ്ട്, 8-ലും ഉണ്ട്. ഇത് 3 രാശിയും ശനിയുടെ ശത്രുക്ഷേത്രവും കൂടിയാണ്. നോക്കണം. ചിങ്ങം ശനിക്ക് ശത്രുക്ഷേത്രമല്ലേ? വൃശ്ചികവും മേടവും ശത്രുക്ഷേത്രം, ചൊവ്വയുടെ രാശി. അപ്പോൾ ബിംബഭാവങ്ങളായ ലഗ്നം 5, 8-ൽ ചൊവ്വയുടെ ദൃഷ്ടിയോ ചൊവ്വയുടെ യോഗമോ വന്നാൽ ബിംബത്തിന് പൊട്ടല്, ഒടിവ്, മുറിവ് പറയണം. ശനിയാണ് വരുന്നെങ്കിൽ ബിംബത്തിന് പഴക്കം പറയണം. രാഹുവോ കേതുവോ ഗുളികനോ നിന്നാൽ ചേര, പാമ്പ് ഇതൊക്കെ മുതലായ സ്പർശം പറയണം. ചേര, പാമ്പ്, പക്ഷികൾ കൂട് വയ്ക്കുക, മറ്റും നമ്മൾ നേരത്തെ ഒരുപാട് പഠിച്ചു. ആഭിചാര ദോഷ പ്രശ്നത്തിൽ പഠിച്ചു. ചേര സ്പർശിക്കുക, ചേരയുടെ ചട്ട ഇടുക, പിന്നെ വേറെ എന്ത് ചെയ്യുക, ഗുളിക നിന്ന് കഴിഞ്ഞ് ചേര സ്പർശം, പിന്നെ ചേര നിൽക്കുക, അല്ലെങ്കിൽ ഈ പക്ഷിയുടെ കാക്ക കൂട് വയ്ക്കുക, കഴുകനൊന്നും കൂടെ ഒന്നും വരാറില്ല, കൂടുതലൊന്നും വരാറില്ല. മാടുകളകത്ത് കയറുക, പട്ടി പൂച്ചയൊക്കെ അകത്ത് കയറുക, ഇതെല്ലാം വരാം. മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യങ്ങളെല്ലാം വരാം. പക്ഷി മൃഗാദികളെ കൊണ്ടുള്ള ശല്യം എന്ന് പറയുന്നതാണ് എളുപ്പം. പക്ഷി മൃഗാദികളെ കൊണ്ടുള്ള ശല്യം, ചേര മുതലായവ കയറുക, ഇതൊക്കെ വരാം. കേതു നിന്നാലോ ചൂർണ പ്രയോഗം, ചുണ്ണാമ്പ് കൊണ്ടുള്ള പ്രയോഗമൊക്കെ വരും. സൂര്യൻ നിന്നാൽ മുളക് മുതലായ അരച്ച് തേച്ചിട്ടുണ്ടെന്ന് പറയണം. മുളകൊക്കെ അരച്ച് വിഗ്രഹത്തിൽ തേച്ചിട്ടുണ്ട്. എരിവുള്ള സാധനങ്ങളൊക്കെ തേച്ചിട്ടുണ്ടെന്ന് പറയണം. ബിംബഭാവങ്ങൾ എന്ന് പറയുന്നത് 1, 5, 8. ഇതിലെവിടെയെങ്കിലും ചൊവ്വ നിൽക്കുക, ചൊവ്വയുടെ ദൃഷ്ടി വരുതെങ്കിൽ ബിംബത്തിന് ഒടിവ്, പൊട്ടല്. ചൊവ്വയുടെ കാരകത്വം, ഒടിവും പൊട്ടലിന്റെ ആളാണ് ചൊവ്വ. അത് തന്നെ കാരകത്വം എന്ന് പറയുക. ശനിയുടെ യോഗവും ദൃഷ്ടി വന്നാൽ പഴക്കം പറയണം. പഴക്കം, ജീർണത, ജീർണിച്ചു പോയി, പഴക്കം വന്നു, ജീർണിച്ചു പോയി എന്നൊക്കെ പറയണം. രാഹു മാന്നി വന്നു കഴിഞ്ഞാൽ പാമ്പ്, ചേരസ്പർശം, പക്ഷി മൃഗാദികളുടെ ഉപദ്രവം ഒക്കെ പറയണം. കേതു വന്നു കഴിഞ്ഞാൽ ചൂർണ പ്രയോഗം, ചൂർണം. സൂര്യൻ വന്നു കഴിഞ്ഞാൽ എരിവ്, മുളക് മുതലായ അരച്ച് തേച്ചിട്ടുണ്ടെന്ന് പറയണം. ഇത് പ്രശ്നമാർഗത്തിലും ഒരു ശ്ലോകം കറക്റ്റായിട്ടുണ്ട്. സൂര്യാദീനാം ഗ്രഹണാം വ്യയ പവനഗത പാപകേടോ യതിസാൽ ദേവതാനാം വപുഷി സോക്താനാം ദേവതാനാം ബപുഷി വികലത ഡുണ്ടുപം സ്പർശനം സ്യാത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശ്ലോകമുണ്ട്. അതൊക്കെ അത് പഠിപ്പിക്കുമ്പോൾ പറയാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്. അതൊക്കെ പഠിക്കാൻ ഇത്തിരി പാടാണ്. അടുത്ത സൈഡ് കയറ്റി. ബിംബത്തിന്റെ പൊട്ടൽ മുതലായവ 122. ബിംബത്തിന്റെ പൊട്ടൽ മുതലായവ. ബിംബഭാവങ്ങൾ 1, 5, 8 ആവർത്തിച്ച് എഴുതുകയാണ്. ബിംബഭാവങ്ങൾ 1, 5, 8. ഇതിലെവിടെയെങ്കിലും ചൊവ്വയുടെ യോഗമോ ദൃഷ്ടിയോ വന്നാൽ ബിംബത്തിന് ഒടിവ്, പൊട്ടൽ,
എന്നിവ ഉണ്ടെന്ന് പറയണം. ബിംബത്തിന് ഒടിവ്, പൊട്ടൽ എന്നിവ ഉണ്ടെന്ന് പറയണം. ശനി ഇതുപോലെ ശനി വന്നാൽ പഴക്കവും ജീർണതയും പറയണം. ഇതുപോലെ ശനി വന്നാൽ പഴക്കവും ജീർണതയും പറയണം. രാഹുവോ ഗുളികനോ വന്നാൽ ചേര, പക്ഷി മൃഗാദികളുടെ ഉപദ്രവം ഉണ്ടെന്ന് പറയണം. ചേര, പക്ഷി മൃഗാദികളുടെ ഉപദ്രവം ഉണ്ടെന്ന് പറയണം. കേതുവിന് ചൂർണ പ്രയോഗം. കേതുവിന് ചൂർണ പ്രയോഗം. സൂര്യന് മുളക് മുതലായവ അരച്ച് തേച്ചിട്ടുണ്ടെന്ന് പറയണം. സൂര്യന് മുളക് മുതലായവ അരച്ച് തേച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ഈ ബിംബഭാവം ചരരാശിയിൽ വന്നാൽ, ബിംബഭാവം ചരരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ 1, 5, 8 ചരരാശിയിൽ വരുമോ? ഇല്ല. വരില്ല. 1 ചരരാശിയിൽ വന്നു കഴിഞ്ഞാൽ 5ഉം 8ഉം സ്ഥിരരാശിയിൽ വരും. 1 സ്ഥിരരാശിയിൽ വന്നാൽ 5ഉം 8ഉം ഉഭയരാശിയിൽ വരും. 1 ഉഭയരാശിയിൽ വന്നാൽ 5ഉം 8ഉം ചരരാശിയിൽ വരും. അങ്ങനെ വരുള്ളൂ. ചരരാശിയിൽ വന്നു കഴിഞ്ഞാൽ ബിംബത്തിന് ചലനം ഉണ്ടാവുമെന്നാണ്. അത് ലഗ്നത്തിന് അങ്ങനെ വരുമ്പോൾ ലഗ്നത്തിന് മാത്രം നോക്കിയാൽ മതി. അതാണ് പറഞ്ഞത്, ചില സ്ഥലങ്ങളിൽ ലഗ്നം മാത്രം അല്ലെങ്കിൽ ആരൂഢം മാത്രമേ വർക്കൗട്ട് ആവുകയുള്ളൂ. ബിംബഭാവം ചരരാശിയിൽ വന്നാൽ ബിംബത്തിന് ചലനം ഉണ്ടാവും. അധോമുഖ രാശിയാണെങ്കിൽ ബിംബത്തിന് പതനം ഉണ്ടാവും. പതനം, പതിക്കുക. പതനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? താഴെ വീഴുക, ഇല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നേ? പതിക്കുക. ബിംബഭാവം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പറയുന്നത് 1ഉം 5ഉം 8ഉം ചരമാവില്ല. 1 ചരമായാൽ 5ഉം 8ഉം സ്ഥിരമാവും. 1 സ്ഥിരമായാൽ അതിൻ്റെ അടുത്തത് 5ഉം 8ഉം ഉഭയമാവും. 1 ഉഭയമായാൽ അതിൻ്റെ അടുത്തത് ചരം. 2ഉം 5ഉം 8ഉം ചരം വരും. 1 ചരമായാൽ ചരം കഴിഞ്ഞിട്ട് ആര്? സ്ഥിരമല്ലേ?
5 കെട്ടും സ്ഥിരമായിരിക്കും. ഒന്ന് സ്ഥിരമായാൽ സ്ഥിരം കഴിഞ്ഞിട്ട് ആര്? ഉഭയരാശി. 2 5 കെട്ടും ഉഭയരായിരിക്കും. അടുത്ത് ഒന്ന് ഉഭയമായാൽ അത് കഴിഞ്ഞിട്ട് ആര് വരും? പിന്നെ ചരരാശി വരും. 2 കെട്ടും ചരമായിരിക്കും. അപ്പോൾ ലഗ്നം അതാണ് പറഞ്ഞത്, ഈ ആരൂഢം മാത്രമേ വർക്കൗട്ട് ആവുകയുള്ളൂ ഇവിടെ. ആരൂഢം ചരരാശിയായാൽ ബിംബത്തിന് പതനം പറയാം. അത് അധോമുഖ രാശിയാണെങ്കിൽ ബിംബത്തിന് പതനം പറയാം. ബിംബത്തിന് ചലനം പറയണം, അധോമുഖത്തിനാണെങ്കിൽ പതനം പറയണം. ഇത്രയും കൂടി എഴുതിക്കൊള്ളണം. ബിംബഭാവം ബ്രാക്കറ്റിൽ ആരൂഢം ചരരാശിയായാൽ ബിംബത്തിന് ചലനം പറയണം. ബിംബത്തിന് ചലനം പറയണം. അധോമുഖ രാശിയായാൽ പതനം പറയണം. അധോമുഖ രാശിയായാൽ പതനം പറയണം. ശരി, ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. സമയമായി 9:40. അടുത്ത ക്ലാസ്സിൽ പോരെ? അടുത്ത ക്ലാസ്സിൽ മതി. താങ്ക് യു സർ. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കുറച്ചുകൂടി നോക്കിയിട്ട് പ്രശ്നമാർഗത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരണം. പ്രശ്നമാർഗം കൂടി കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചേക്കണം. പിന്നെ ദേവഭാവങ്ങൾ, ദേവനെ ചിന്തിക്കുന്ന എങ്ങനെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ എക്സാമ്പിൾ ഇട്ട് തുടങ്ങാം. ശരി, ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്.